വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് Ktet കാറ്റഗറി 3യുടെ മാർച്ച് 2023 ഫിസിക്കൽ സയൻസ് പേപ്പറിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേഷൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ഓഫ് ദ ബോക്സൈറ്റ്? ബോക്സൈറ്റ് എന്നുള്ള ഓറിൻ്റെ കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? അലൂമിനിയത്തിൻ്റെ ഒരു ഓറാണ് അല്ലേ. ബോക്സൈറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് Al2O3 2H2 ആണ്. അലൂമിനിയം ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് അലൂമിനിയം ഓക്സൈഡ് ആണ് നമ്മൾ ബോക്സൈറ്റ് എന്നറിയപ്പെടുന്നത്. Al2O3 2H2O അല്ലേ. ഇനി ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം മിനറൽസിനെ നമ്മൾ ഓറിനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് അതിൽ നിന്ന് നമ്മൾ അലൂമിനിയം അല്ലെങ്കിൽ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. മെറ്റൽസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ദ ഡിഫറെൻറ്റ് വേസ് ആൻഡ് ഫസ്റ്റ് പ്രോസസ് ഇൻ ദിസ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ആൻഡ് ദ പ്രോസസ് മീൻസ് ആ പ്രോസസ്സ് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് മീൻസ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള മാക്സിമം എമൗണ്ട് ഓഫ് സോയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ മറ്റ് ഗ്യാങ്ങുകളെ എന്ത് ചെയ്യുക, നമ്മളതിനെ വാഷ് ഓഫ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ആ പ്രോസസ്സിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുക്കും അല്ലേ, വാഷിങ്, ദെൻ വാഷിങ് ഇൻ എ സ്ട്രീം ഓഫ് വാട്ടർ, പിന്നെ ഹാൻഡ് പിക്കിങ്, അങ്ങനെ അതുപോലെയുള്ള സാധാരണ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് കെമിക്കൽ മെത്തേഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉണ്ട്, ലീച്ചിങ് ഉണ്ട്, ഹൈഡ്രോളിക് വാഷിംഗ് ഉണ്ട്. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത് if the material or ore is a magnetic, then it can be separated by the magnetic method. Or magnetic ആണെങ്കിലാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുന്നത്. Then froth flotation എന്ന് പറഞ്ഞാൽ if we are using oils, mixed the ore with oils, usually froth flotation process can be used for the sulfide ores. Then അടുത്തത് ലീച്ചിങ് ആണ്. Then hydraulic washing എന്ന് പറഞ്ഞാൽ it can be mixed with sodium ഹൈഡ്രോക്സൈഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ ഓക്സൈഡിനെ, അതായത് ബോക്സൈഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലീച്ചിങ് എന്നുള്ള മെത്തേഡിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ലീച്ചിങ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം? ദ ബോക്സൈറ്റ് ഈസ് വാഷ്ഡ് ഇൻ എ ഹോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വിച്ച് ലീച്ചസ് അലൂമിനിയം ഫ്രം ദ ബോക്സൈറ്റ് ഇൻ ദ ബെയർ പ്രോസസ്. അപ്പം ഈ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അലൂമിനിയം ഓക്സൈഡിൽ നിന്ന് അതിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബോക്സൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സൈറ്റ് നമ്മൾ ലീച്ച് ചെയ്യുന്നു. ലീച്ചിങ് എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് ഇൻ ഹോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. നമ്മൾ ബോക്സൈറ്റ് ഓറിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ ഞാൻ എഴുതാം. ബോക്സൈറ്റ് എന്ന് പറയുന്നത് Al2O3 2H2O ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ ഹോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. Then it becomes sodium aluminate, NaAlO2, sodium aluminate ആയിട്ട് മാറും. And to this solution aluminum hydroxide precipitate and water are added and നമ്മൾ stir well. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? We are adding the aluminum hydroxide solution and the water എന്നിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് ദ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് precipitate, AlOH thrice. We get the precipitate of aluminum hydroxide and filtered and washed. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഫിൽട്ടർ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, ആൻഡ് ദെൻ ഹീറ്റഡ്, നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് ദ ഡ്രൈ അലൂമിനിയം ഓക്സൈഡ് Al2O3 ആയിട്ട് മാറുന്നു. This is a process. This process is called leaching and this is a method for the separation or concentration of the bauxite ore. First എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? We can dissolve in sodium hydroxide and we get sodium aluminate, and the sodium aluminate can be precipitated by using excess amount of aluminum hydroxide and water, and we get aluminum hydroxide precipitate, and then heated. It is heated and dried and filtered and we get a aluminum oxide precipitate. Aluminum oxide as the precipitate. അപ്പം ബാക്കി എല്ലാ ഇമ്പ്യൂരിറ്റീസും ഒഴിവായിട്ട് നമുക്ക് അലുമിനിയം ഓക്സൈഡിൻ്റെ precipitate ആണ് കിട്ടുന്നത്. അപ്പോൾ ദിസ് ഇസ് എ മെത്തേഡ്. ദിസ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലീച്ചിങ് ആണ്. ലീച്ചിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഹോൾ പ്രോസസ്സിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫ്രം ദ ലിസ്റ്റ് ഓഫ് ദ ഗിവൺ മെറ്റൽ വിച്ച് ഇസ് ദ മോസ്റ്റ് ഡക്ടൈൽ മെറ്റൽ?
ഡക്റ്റൈൽ ആയിട്ടുള്ള, നമുക്കറിയാം മെറ്റൽ ഹാവ് എ പ്രോപ്പർട്ടി കോൾഡ് ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി അല്ലേ. ഡക്റ്റിലിറ്റി മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ സിൽവർ ഉണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മോസ്റ്റ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ ഡക്റ്റിലിറ്റി എബിലിറ്റി ടു ബി കൺവേർട്ടഡ് ഇൻ ടു വയേഴ്സ്, തിൻ വയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഗോൾഡ് ആസ് വെൽ നോ ഇറ്റ് ഈസ് എ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ ഇൻ ടു ദ മാൻ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വളരെ ഫൈൻ ആയിട്ടുള്ള ഇതാക്കി മാറ്റാൻ പറ്റുന്നത് ഏതാണ്? ഗോൾഡ് ആണ്. അണ്ടിൽ നൗ ഗോൾഡ് ഹാസ് ബീൻ ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ. നമുക്കറിയാം മോസ്റ്റ് മാലിയബിൾ എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്തിയിട്ട് ഷീറ്റ്സ് ആക്കാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പൊ ഗോൾഡ് ഈസ് എ മോസ്റ്റ് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ മെറ്റൽ നമുക്ക് നോൺ ആയിട്ടുള്ള ഇതാണ്. നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണോ? സിൽവർ ഉണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ സിങ്ക് ആൻഡ് കോപ്പർ ഒമിറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് ഇവിടെ സിങ്കും കോപ്പറും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അധികം ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽസ് അല്ല. പിന്നെ ഇവിടെ സിൽവറും പ്ലാറ്റിനും ഉണ്ട്. സിൽവറും പ്ലാറ്റിനവും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സിൽവറിനേക്കാളും കുറച്ചുകൂടി ഡക്റ്റൈൽ ആയിട്ടുള്ളത് പ്ലാറ്റിനം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓർഡർ വരുന്നത് ഗോൾഡ് ആണ്. മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ദെൻ കംസ് പ്ലാറ്റിനം ആൻഡ് ദെൻ കംസ് സിൽവർ. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം ഈസ് ദ ആൻസർ. അപ്പൊ ഇവിടെ ഗോൾഡ് നമുക്ക് തന്നിട്ടില്ല ഓപ്ഷനിൽ, അതുകൊണ്ട് ഗോൾഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്. അപ്പൊ സിൽവറിനേക്കാളും കുറച്ചുകൂടെ ഡക്റ്റിലിറ്റി, അതായത് ഗോൾഡിന്റെ അടുത്ത് ഡക്റ്റിലിറ്റി നിൽക്കുന്നത് ആർക്കാണ്? സിൽവറിനാണ്. അപ്പം നമുക്ക് പറഞ്ഞു ഏറ്റവും നോൺ ആയിട്ടുള്ളത് ഗോൾഡ് ആണ്. ദെൻ സിൽവർ ഈസ് എ ഡക്റ്റൈൽ മെറ്റൽ ആസ് വെൽ. ഗോൾഡ് ഓൺ ദ അതർ ഹാൻഡ് ഈസ് എ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ അല്ലെ. ഇനി പ്ലാറ്റിനം നോക്കുവാണെങ്കിൽ platinum, the most ductile metal on the planet are the gold and platinum. Gold on the other hand is slightly more ductile than platinum. Gold എന്ന് പറയുന്നത് കുറച്ചുകൂടെ more ductile ആണ് പ്ലാറ്റിനത്തേക്കാളും. Then copper is a ductile metal that is not particularly strong and hard. നമ്മൾ കൂടുതൽ ഫൈൻ ആക്കി കഴിഞ്ഞാൽ അത് സ്ട്രോങ്ങും ഹാർഡും ഒന്നല്ല. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഡക്റ്റൈൽ മെറ്റൽ. ഹിയർ ദ ആൻസർ ഈസ് സി. നമ്മുടെ സി അല്ല, ഡി ആണ്. പ്ലാറ്റിനം ഈസ് ദ ഓപ്ഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ഡ്രിപ്പിംഗ് എ ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്, the glass acquires positive charge. This is because അവിടെ എന്തുകൊണ്ടാണ്? നമുക്കറിയാം സിൽക്കും അതേമാതിരി മറ്റു മെറ്റീരിയൽസ് തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് എൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെ. ഇലക്ട്രോണുകളെയാണ് അവിടെ കൈമാറ്റം ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കാം, ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം സിൽക്ക് ടു ഗ്ലാസ്, ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ഗ്ലാസ് ടു സിൽക്ക്, ആൻഡ് പ്രോട്ടോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം സിൽക്ക് ടു ഗ്ലാസ്, ആൻഡ് പ്രോട്ടോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ഗ്ലാസ് ടു സിൽക്ക്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ഗ്ലാസ് ടു സിൽക്ക്. ഗ്ലാസിൽ നിന്ന് ഇലക്ട്രോൺസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് ഇങ്ങനെ റബ്ബിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഫോഴ്സുകളാണ് റബ്ബിംഗ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. വാട്ട് ഷുഡ് ബി ദ ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദെൻ വാട്ട് ഷുഡ് ബി ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്ട് object in front of a concave mirror to get a real image having the same size as that of an object. നമുക്കറിയാം ഒരു കോൺവെക്സ് ലെൻസിന്റെയും കുറെ പടങ്ങളുണ്ട്. നമുക്ക് അതിന്റെ റിയൽ ഇമേജ് എവിടെ വരാം? ഇമാജിനറി ഇമേജ് വരാം. എത്രത്തോളം മാഗ്നിഫൈഡ് ആണ്? ഫോക്കസിന്റെ മുള്ളിനാണോ, ഫോക്കസിന്റെ ബാക്കിലാണോ? അപ്പൊ ഇതിന്റെ കുറെ പിക്ചേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കണം. അപ്പൊ അതെല്ലാം ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിററിന്റെ മുന്നിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടണമെങ്കിൽ, അതായത് നമുക്ക് ഏകദേശം സെയിം ലെങ്ത് ഒക്കെ കാണിക്കുന്ന ഒരു ഇമേജ് കിട്ടണമെങ്കിൽ, സെയിം ഹൈറ്റ് ഒക്കെ കാണിക്കുന്ന ഒരു ഇമേജ് കിട്ടണമെങ്കിൽ എവിടെ ആയിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്നാണ്. അപ്പൊ അറ്റ് ഫോക്കസ് ആണോ, ഇൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസിനും സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയ്ക്കാണോ, ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പി അല്ലെ. പി എന്ന് പറയുന്ന പൊസിഷൻ ഒബ്ജക്റ്റ് ആണ്. ഇനി അറ്റ് സി ആണ്. സി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചറിലാണ്. എവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്? ഇവിടെ നോക്കുക. അപ്പൊ ഇവിടെ റിയൽ ഇമേജ് കിട്ടണമെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അറ്റ് സിയിലാണ്. സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിലാണ് നമ്മൾ എവിടെ വെക്കേണ്ടത്? ഇമേജിന്റെ പൊസിഷൻ, ഇമേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ട് ഇമേജ് കിട്ടുന്നത് നമ്മുടെ കോൺകേവ് ലെൻസിന്റെ കേസിൽ. അപ്പൊ ഈ കാര്യത്തിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് മിറേഴ്സിന്റെയും ആ ഒരു ഫോക്കൽ ലെങ്തിന്റെ ഒക്കെ പിക്ചേഴ്സ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഓക്കെ, ഒരു 5-6 പിക്ചർ ഉണ്ട്. അത് ഇനി നോക്കാം. ദ ഫിഗർ ഷോസ് എ പേഴ്സൺ ട്രാവലിംഗ് ഫ്രം എ ടു ബി ആൻഡ് ദെൻ ടു സി. If so, the displacement is.
നമ്മൾ കാണിക്കുന്ന പിക്ചറിൽ എന്താണ്, എ പേഴ്സൺ ട്രാവലിംഗ് ഫ്രം എ ടു ബി, ഒരു പേഴ്സൺ എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു, ആൻഡ് ദെൻ ടു സി. അപ്പോൾ ഇവിടെ നോക്കുക, എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു, ദെൻ ടു സി. ഇഫ് സോ ദ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത് ഇവിടെ എത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 0, 12 മീറ്റർ, 16 മീറ്റർ, 20 മീറ്റർ, ഇതൊക്കെയാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മുടെ പേഴ്സൺ എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക്. ഇപ്പൊ ഇവിടെ നോക്കാം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് വരുന്നത്, ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ ട്രാവൽ ചെയ്തു, ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ആൾ ട്രാവൽ ചെയ്തു അല്ലെ. പക്ഷെ ആക്ച്വലി അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, എയിൽ നിന്ന് അയാൾ സിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ് വരിക. കാരണം നെറ്റ് ഇഫക്റ്റ് ആയിട്ട് അയാൾ ഇപ്പോൾ സിയിലാണ് നിൽക്കുന്നത്, എയിൽ നിന്നാണ് ട്രാവലിംഗ് തുടങ്ങിയത്. അപ്പൊ എ എന്നുള്ള പോയിന്റും സി എന്നുള്ള പോയിന്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. അത് എത്രത്തോളം ഏത് വഴി ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഏത് സ്ഥലത്തൂടെ ട്രാവൽ ചെയ്തു, പാത്തിന് ഡിപ്പെൻഡ് അല്ല. ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോട്ട് എ പാത്ത് ഡിപ്പെൻഡ് പ്രോപ്പർട്ടി അല്ലേ. അപ്പൊ ജസ്റ്റ് നമ്മൾ അതിന്റെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 20 മീറ്റർ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ് വരിക. ഓക്കെ, then നോക്കാം, which one of the following product is formed at cathode during electrolysis of an aqueous sodium chloride solution? Aqueous sodium chloride solutionലെ നമ്മൾ each one of the following product is formed at cathode during electrolysis of aqueous sodium chloride solution. So aqueous sodium chloride solutionന്റെ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് കാഥോഡിൽ ആരാണ് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെ. നമുക്കറിയാം aqueous sodium chloride solution ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എത്ര അയോൺസ് ഉണ്ട്, Na+ അയോൺസ് ഉണ്ട്, Cl- അയോൺസ് ഉണ്ട്, then H+ അയോൺസ് ഉണ്ട്, then OH- അയോൺസ് ഉണ്ട്. H+ അയോൺസ് ഉണ്ട്, OH- അയോൺസ് ഉണ്ട് അല്ലെ. Na+ അയോൺസ്, Cl- അയോൺസ്, H+ അയോൺസ്, OH- അയോൺസ്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഏതിലാണോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് അതാണ് കമ്പാരിറ്റീവ്ലി മൂവ് ചെയ്യുക. അപ്പൊ ഇതിന്റെ കേസിൽ ഇവിടെ Na+ അയോൺസും H+ അയോൺസും ഉണ്ട്, Cl- അയോൺസും ഉണ്ട്, OH- ഉണ്ട്. അപ്പൊ ഇതിന്റെ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ ഏതിനാണ്, H+ അയോൺസ്. Na+ അയോൺസിനേക്കാളും കൂടുതൽ മൊബിലിറ്റി എന്ന് പറയുന്നത് H+-നാണ്. ഒന്ന് H+-ലും പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതിനാണ്, Cl- അയോൺസിനേക്കാളും കൂടുതൽ OH- അയോണിനേക്കാളും കൂടുതൽ മൊബിലിറ്റി Cl- ആണ്. അപ്പൊ ഇതാണ് ആനോഡിലും കാഥോഡിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് ഹൈഡ്രജനും ക്ലോറിനുമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആരാണ്, കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് H+ അയോണുകളാണ്. ഹൈഡ്രജൻ ആറ്റമാണ് കാഥോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ H+ ആണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ അപ്പൊ 4 അയോണുകൾ ഓർമ്മയാണ്, Na+, H+, Cl-, OH-. അപ്പൊ ഇവിടെ H+ ഹൈഡ്രജൻ കാഥോഡിലും ക്ലോറിൻ ആനോഡിലും ഡെപ്പോസിറ്റ് ചെയ്യും. ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവിടെ നിൽക്കും സൊല്യൂഷനിൽ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആയിട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡെപ്പോസിറ്റ്. ഇതാണ് aqueous sodium ക്ലോറൈഡിന്റെ സൊല്യൂഷൻ വരിക. ഇനി നോക്കാം, a body of mass 10 kilogram is freely falling from a tower on the earth. Its weight during the free fall is. ഒരു 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഉണ്ട്, അതെന്ത് ചെയ്യുന്നു, താഴേക്ക് വീഴുന്നു, ഫ്രം എ ടവർ ടു ദ എർത്തിലേക്ക്, ഭൂമിയിലേക്ക് വീഴുന്നു. ഇറ്റ്സ് വെയ്റ്റ് ഡ്യൂറിങ് ദ ഫ്രീ ഫോൾ. അതിന്റെ വെയിറ്റ് എന്തായിരിക്കും, നമുക്കറിയാം അതൊരു വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ്, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കൂടെ ഉള്ള ഒരു മാസ് ആയിരിക്കും അല്ലെ. മാസ് ഇൻറ്റു അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ബോഡി ഈസ് ഫ്രീലി ഫോളിങ് ഫ്രം ദി ടവർ ടു ദ എർത്ത്. ഫ്രീലി ഫോളിങ്, ഏതൊരു സബ്സ്റ്റൻസ് ആണെങ്കിലും ഫ്രീ ഫോൾ ആണെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് ഫ്രീ ഫോൾ ആണെങ്കിൽ അവിടെ വെയിറ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾക്ക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അവിടെ എഫക്റ്റ് അവിടെ ഉണ്ടാവില്ല, കാരണം ഫ്രീ ഫോൾ ആണ് അല്ലെ. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടെ ഇവിടെ ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദിസ് ഇസ് ഫ്രീ ഫോൾ. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ,
ഇനി നോക്കാം. അടുത്ത നോക്കുക, വിച്ച് ഓഫ് ദ കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ടു ഡിക്രീസ് ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ നമുക്കറിയാം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ തന്നെ ഇറ്റ് ഡീകമ്പോസസ് ഇൻ ടു വാട്ടർ ആൻഡ് ഹൈഡ്രജൻ അല്ലെ. വാട്ടറും ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു പോകും. അപ്പൊ അതിന്റെ ഡീകമ്പോസിഷൻ ഒന്നുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡ് യൂസ്ഡ് ആസ് എ മെറ്റീരിയൽ ടു ഡിക്രീസ് ദ ഡീകമ്പോസിഷൻ ഓഫ് എ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത് വളരെ പെട്ടെന്ന് അത് എന്തായിട്ട് മാറും, ഇറ്റ് ക്യാൻ ബി ഡീകമ്പോസ് ഇൻ ടു വാട്ടർ ആൻഡ് ഹൈഡ്രജൻ. വാട്ടറും ഹൈഡ്രജനുമായിട്ട് ഡീകമ്പോസ് ചെയ്യപ്പെടും അല്ലെ. അല്ലെങ്കിൽ വാട്ടറും അപ്പൊ അതുകൊണ്ടാണ് വാട്ടറും ഓക്സിജനുമായിട്ട് ഡീകമ്പോസ് ചെയ്യപ്പെടും. H2O2 is decomposed into H2O2 decomposed into H2O plus അല്ലെ, ഓക്സിജനുമായിട്ടാണ് ഡികമ്പോസ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ ആഡ് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നോക്കാം, ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് LPG ഈസ്. LPGയുടെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് എന്താണ്? മീഥേനും ബ്യൂട്ടേനും ഒക്കെ ഉണ്ട് അല്ലെ, ഒക്ടേൻ അങ്ങനെയുള്ള ഒരുപാട് ഹൈഡ്രോ കാർബൺസിന്റെ മിക്സ്ചർ ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ബ്യൂട്ടേൻ ആണ്. ബ്യൂട്ടേൻ ഇസ് ദ മെയിൻ കണ്ടന്റ് ഓഫ് ദി LPG. ഇനി നോക്കാം, the energy processed by a stretched bow is. ഒരു സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ബോ എന്ന് പറയുന്നത് ഒരു ബോ നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എനർജി, പ്രോസസ് ചെയ്യുന്ന എനർജി എന്താ? കൈനറ്റിക് എനർജി ആണോ, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആണോ, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ ആണോ, ആൻഡ് മെക്കാനിക്കൽ എനർജി ആണോ? അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ ആണ്. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനുള്ളതാണ് അല്ലേ. അത് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് മൂവ്മെന്റ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. അപ്പൊ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ സ്ട്രെയിൻ ആണ് വരിക. ഇവിടെ ആൻസർ എന്ന പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ ആണ്. ഇനി അടുത്തത്, ഫോഗ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡൽ സിസ്റ്റം. നമുക്കറിയാം കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾസ് ഹാവിംഗ് ദ സൈസ് ഓഫ് 1 to 100 നാനോമീറ്റർ അല്ലെ. 100 നാനോമീറ്ററിന് ഇടയ്ക്കാണ് നമ്മൾ കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് അല്ലെ. കൊളോയിഡ്സ് ആർ ദ പാർട്ടിക്കിൾസ് ഇൻ ബിറ്റ്വീൻസ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ആൻഡ് സസ്പെൻഷൻ. പ്രസിപ്പിറ്റേറ്റിനും സസ്പെൻഷനും ഇടയ്ക്കുള്ള ഒരു ഫോമാണ് കൊളോയിഡൽ ഫോം എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ക്യാൻ ബി മിക്സ്ഡ് വിത്ത് ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. ആൻഡ് അത് നമുക്ക് ഏത് കൊളോയിഡൽ സിസ്റ്റത്തിലാണ് എക്സാമ്പിൾ? ഇറ്റ് ഇസ് എ കൊളോയിഡ് ഈസ് എ liquid present in a gas, liquid in gas, a system of liquid in gas. Okay, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. On rubbing a glass rod with silk, the glass acquires positive charge. This is because. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു സിൽക്ക് ഗ്ലാസുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസിന് എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ചാർജ് കിട്ടുന്നു? ദിസ് ഇസ് ബിക്കോസ് electrons are transferred from silk to glass, electrons are transferred from glass to silk, and protons are transferred from silk to glass, and protons are transferred from glass to silk. Actually ഇങ്ങനെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ഉള്ള പ്രോസസ്സിൽ വരുന്നത് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എവിടേക്കാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ഗ്ലാസിൽ ടു സിൽക്ക്. ഗ്ലാസിൽ നിന്ന് സിൽക്കിലേക്കാണ് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ ഇലക്ട്രോൺസ് ലോസ് ചെയ്ത സമയത്ത് ഗ്ലാസ് ബിക്കം പോസിറ്റീവ് ചാർജ് ആൻഡ് സിൽക്ക് ബിക്കം നെഗറ്റീവ് ചാർജ് അല്ലെ. അപ്പൊ ഇവിടെ ഗ്ലാസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കറിയാം അവിടെ ഇലക്ട്രോൺസ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? അത് എന്തുമായിട്ടാണോ റബ്ബ് ചെയ്തിരിക്കുന്നത് അതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ സിൽക്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, സിലിക് ആൻഡ് ഗ്ലാസ് റോഡ്സ് ആർ ഇലക്ട്രോസ്റ്റാറ്റിക് മെറ്റീരിയൽ. സിൽക്കും ഗ്ലാസും എന്താണ്? ദേ ആർ ഇലക്ട്രോസ്റ്റാറ്റിക് മെറ്റീരിയൽസ്. വെൻ ദേ റബ്ബഡ് അഗൈൻസ്റ്റ് ഈച്ച് അതർ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ക്യാൻ ബി ക്രിയേറ്റഡ്. അത് തമ്മിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. The rubbing makes negative charge that is carried by electrons, and these electrons are the reason behind the static electricity. അല്ലെ, റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഉണ്ടാവും, ആ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവും, മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ റീസൺ എന്ന് പറയുന്നത്. The silks will be negative while the glass rod will be positive due to the electron transferred between them. അല്ലെ, ഗ്ലാസിൽ നിന്ന് സിൽക്കിലേക്ക് ഇലക്ട്രോൺസ് പോകുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഗ്ലാസ് become the positive charge and the silk become the negative charge. Okay, നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇത് തന്നെ പറഞ്ഞത്, when a glass rod is rubbed with silk cloth, then some of the electrons from the glass rod get transferred to silk cloth, and thus the glass rod get transferred, the silk cloth gets negative charge, and no new charge is created in the process of rubbing. റബ്ബിങ്ങിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നില്ല? there is no new charge is created. ന്യൂ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. റബ്ബിങ്ങിന്റെ സമയത്ത് ന്യൂ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നില്ല.
Okay, then what should be the position of an object in front of a concave mirror to get a real image having the same size of an object? അതായത് നമുക്കൊരു കോൺകേവ് മിറർ ഉണ്ട്. ആ കോൺകേവ് മിററിൽ നമുക്ക് റിയൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു റിയൽ ഇമേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ ഒരു കോൺകേവ് മിററിന്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് അറ്റ് ഫോക്കസ് അറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആൻഡ് എഫ് ആൻഡ് പി ആൻഡ് അറ്റ് സി അല്ലേ, സിയിലാണോ നോക്കേണ്ടത്. അപ്പം ഇവിടെ ഏതിലാണ് വെക്കേണ്ടത് നോക്കാം. ഇവിടെ പിക്ചർ ഉണ്ട്. ഇപ്പം ദിസ് ഇസ് എ പിക്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് ദിസ് ഇസ് എ കോൺകേവ് മിറർ ആണ്. അതിൻ്റെ റിയൽ ഇമേജ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ സെയിം ഇമേജ് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്? അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ, സെൻറ്റർ പോയിന്റിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ടു ഗെറ്റ് എൻ ഇമേജ് ഓഫ് ദ സെയിം സൈസ് ആസ് എൻ ഒബ്ജക്റ്റ് കോൺകേവ് മിറർ, ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതേ ഇമേജ്, അതേ സൈസിലുള്ള സെയിം റിയൽ ഇമേജ് കിട്ടുന്നത്. ഇവിടെ കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും കേസിൽ ഇങ്ങനെ കുറേ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്ന ഡയഗ്രാംസ് ഉണ്ട്. സോ ആ ഡയഗ്രാംസിൽ നിന്നാണ് നമുക്ക് എവിടേക്കാണ് ഫോക്കസിൽ അല്ല എവിടെയാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചാലാണ് നമുക്ക് റിയൽ ഇമേജ് കിട്ടുക, ഇമാജിനറി ഇമേജ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. The figure shows a person traveling from A to B and then to C. If the displacement is, നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഇസ് നോട്ട് എ പാത്ത് ഡിപ്പെൻഡന്റ് പ്രോപ്പർട്ടി. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ കീയിൽ തന്നിരിക്കുന്ന ആൻസർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആൻസർ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ അറിയാം ഒരാൾ ട്രാവൽ ചെയ്യുന്നത് എന്താണ്? പേഴ്സൺ ട്രാവൽ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കുമാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു, ബിയിൽ നിന്ന് സിയിലേക്ക്. ആക്ച്വലി ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ എ ആയിരുന്നു, ഫൈനൽ പൊസിഷൻ സി ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട്, അയാൾക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ആണ്. നിങ്ങളുടെ ആൻസർ കീയിൽ 16 മീറ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് ഹിയർ ദ 20 മീറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, പ്രൊവിഷണൽ ആൻസർ കീയിൽ 16 മീറ്റർ ആണ് തന്നിട്ടുള്ളത്, പക്ഷെ ആൻസർ 20 മീറ്റർ ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ദാറ്റ് കണക്ട്സ് ടു പോയിന്റ്സ്. രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൾട്ടർനേറ്റീവ്ലി ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ അണ്ടർഗോൺ ബൈ എ പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ടൈം ഇന്റർവെൽ. ഒരു ഗിവൺ ടൈം ഇന്റർവെല്ലിൽ അതിന്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് കാണിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ പാത്ത് ഡിപ്പെൻഡന്റ് പ്രോപ്പർട്ടി. ഇറ്റ്സ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺലി on the initial and final points. Initial point final point മാത്രമേ അവിടെ ഡിസൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Which one of the following product is formed at cathode during the electrolysis of the aqueous sodium chloride solution? നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ട്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും aqueous sodium chloride solution. Molten sodium chloride solution we have only Na plus ions and Cl minus ion. But in the case of aqueous sodium plus ions, Na plus ions, there is H plus ions, Cl minus ions and then OH minus ions. അപ്പോൾ ഏതായിരിക്കും ആനോഡിലും കാഥോഡിലും ഡെപ്പോസിറ്റ്? അപ്പോൾ ഇവിടെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടില്ല, ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇവിടെ ആൻസറിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ aqueous solution of sodium chloride contains Na plus Cl minus H plus OH minus ion due to the ionization of water. വാട്ടറിന്റെ അയോണൈസേഷൻ ആഫ്റ്റർ ഇഫക്റ്റ് H പ്ലസും OH minus ions ഉണ്ട് അല്ലേ. Then when the potential difference is established across the solution, Na plus and H plus ions move towards the cathode and Cl minus and OH minus ion move towards the anode. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ അത് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് Na പ്ലസും H പ്ലസ് അയോൺസും കാഥോഡിലേക്കും Cl മൈനസും OH മൈനസും അയോൺസും എവിടേക്കും? ആനോഡിലേക്കും നീങ്ങും അല്ലേ. ആൻഡ് ദ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നോക്കുന്ന സമയത്ത് ലെസർ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളതാണ് ഫസ്റ്റ് എന്തായിട്ട് മാറുന്നത്? മൂവ് ചെയ്തിട്ട് കാഥോഡിൽ. അപ്പോൾ ഇവിടെ Na പ്ലസ് അയോൺസിനേക്കാളും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് H പ്ലസ് അയോൺസ് ആണ്. അപ്പോൾ H പ്ലസ് അയോൺസ് ഫാസ്റ്റർ ആയിട്ട് കാഥോഡിലെത്തും ആൻഡ് ക്യാൻ അക്സെപ്റ്റ് 1 ഇലക്ട്രോൺ ആൻഡ് ബിക്കം എ ഹൈഡ്രജൻ ആറ്റം അല്ലേ. ഹൈഡ്രജൻ ആറ്റമിൽ കമ്പൈൻ ചെയ്ത് ദെൻ ബിക്കം എ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അടുത്തതെന്ന് പറയുന്നത് Cl മൈനസും OH മൈനസ് അയോൺസ് ആണ്.
CL- മോർ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ CL- എവിടെ പോകും? ആനോഡിൽ പോയിട്ട് ഇറ്റ് ബിക്കംസ് ക്ലോറൈഡ് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആണ്. ദിസ് ഇസ് ദ മൈഗ്രേഷൻ അല്ലെ. CL- OH- ഉണ്ട്, Na+ H+. അപ്പൊ H+ ആണ് ഫസ്റ്റ് ഇവിടെ എത്തുന്നത്, CL- ആണ് ഇവിടെ എത്തുന്നത് അല്ലെ. ദെൻ Na+ഉം OH- സൊല്യൂഷനിൽ ഉണ്ടാവും. ദാറ്റ് ക്യാൻ കമ്പൈൻ ടുഗദർ ടു ബിക്കം എ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. NaCl Na+ CL- ആയിട്ട് കൺവേർട്ട് ചെയ്യും. H2O H+ ആൻഡ് OH- ആയിട്ട്. അറ്റ് കാഥോഡ് H+ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇറ്റ് ബിക്കം ഹൈഡ്രജൻ ആൻഡ് 2 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻസ് ടുഗദർ ടു ഫോം എ ഹൈഡ്രജൻ മോളിക്യൂൾ. അറ്റ് ആനോഡ് 1 chloride gas gives a 1 chlorine atom by eliminating 1 electron, and 2 chloride gas combines together to form a chlorine gas ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആനോഡിൽ ഹൈഡ്രജനും കാഥോഡിൽ എന്തായിട്ട് മാറും? ക്ലോറിനും. ആനോഡിൽ ക്ലോറിനും കാഥോഡിൽ ഹൈഡ്രജനും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, നോക്കാം. എ ബോഡി ഓഫ് മാസ് 10 kilogram ഈസ് ഫ്രീലി ഫോളിംഗ് ഫ്രം എ ടവർ ഓൺ ദ എർത്ത് ഇറ്റ്സ് വെയിറ്റ് ഡ്യൂറിംഗ് ദ ഫ്രീ ഫോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കൺഫ്യൂസിങ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഇഫ് എനി ഒബ്ജക്റ്റ് ഈസ് ഫ്രീലി ഫോളിംഗ് ഫ്രം മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്, ഫ്രം ടോപ്പ് ടു ബോട്ടം ഫ്രീലി ഫോളിംഗ്, ആൻഡ് ഇറ്റ്സ് വെയിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റും താഴേക്ക് വീഴുന്നത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് 9.8 എന്നുള്ളൊരു m/s എന്നുള്ള ആ ഒരു വാല്യൂ നമ്മൾ പ്രതീക്ഷിക്കും ആൻസറിൽ. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞ ഫ്രീ ഫോൾ ആണ്. ഇഫ് എനി ഒബ്ജക്ട് ഫ്രീലി ഫോളിംഗ് ദെൻ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫ്രീ ഫോൾ ആണെങ്കിൽ അവിടെ വെയിറ്റ് എന്ന് പറയുന്നത് നോട്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദാറ്റ് ഇസ് എ ഫ്രീ ഫോൾ അല്ലെ. അപ്പൊ ഇവിടെ 0 ആണ് ആൻസർ വരുന്നത് അല്ലെ. 0 ആണ്. അപ്പൊ when a body falling towards earth only under the influence of a gravity is called free fall. As the mass of an object is constant, its mass will be 10 kilogram itself even if it free fall, but the weight of an object will be 0 while it is on free fall. Free fall ആണെങ്കിൽ അവിടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പീരിയൻസ്ഡ് വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, നോക്കാം. വിച്ച് കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ടു ഡിക്രീസ് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷന്റെ റേറ്റ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് എ വളറ്റൈൽ മെറ്റീരിയൽ ഓർ ഇറ്റ് ഈസ് എ അൺസ്റ്റേബിൾ മെറ്റീരിയൽ. നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇറ്റ് ഡികമ്പോസസ് ഇൻ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ. വാട്ടറും ഓക്സിജനുമായിട്ട് ഡികമ്പോസ്. വാട്ട് ഇസ് എ മോളിക്യുലർ ഫോർമുല ഹൈഡ്രജൻ പെറോക്സൈഡ്? H2O2 become H2O and ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആൻഡ് therefore ഇതിന്റെ ഡീകമ്പോസിഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ പ്രോസസ്സിൽ വി ക്യാൻ ആഡ് ഫോസ്ഫോറിക് ആസിഡ് ഫോർ പ്രിവെന്റ് ദ ഡീകമ്പോസിഷൻ. പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് ആഡ് ചെയ്യും. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ഇസ് എ നെഗറ്റീവ് കാറ്റലിസ്റ്റ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ് ഫോസ്ഫോറിക് ആസിഡ്. ദ റിയാക്ഷൻ ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 H3PO4 2H2O plus O2 അല്ലെ, ഡിക്രീസ്. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നോക്കാം, the main constituents of LPG gases. LPGയുടെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് നമുക്കറിയാം ഹൈഡ്രോ കാർബൺസ് ആണ്. മീഥേൻ, ഈഥേൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടേൻ പോലുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് പെട്രോളിയം ഗ്യാസിന്റെ മെയിൻ കണ്ടന്റ്. ഹിയർ ദ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ബ്യൂട്ടേൻ ഗ്യാസ് ആണ്. ബ്യൂട്ടേൻ ഗ്യാസ്. Okay, അപ്പോൾ LPG. The primarily liquefied petroleum gas composition includes propane, butane, isobutane, propylene and butylene. Primary ആയിട്ട് മെയിൻ ആയിട്ട് കണ്ടന്റ് ചെയ്തിരിക്കുന്ന പ്രൊപ്പൈനും ബ്യൂട്ടേനും ഐസോബ്യൂട്ടേനും പ്രൊപ്പിലീൻ ദാൻ ബ്യൂട്ടിലീൻ അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ്. LPG is known to be extremely flammable mixture of all these hydrocarbons mentioned. നമുക്ക് നമ്മുടെ LPG എന്ന് പറയുന്നത് ഇതെല്ലാ ഹൈഡ്രോ കാർബൺസിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ്. ആൻഡ് ഇസ് greatly used in the form of fuel for different purposes including household cooking and automobiles. നമ്മൾ ഓട്ടോമൊബൈൽസിലും ഹൗസ് ഹോൾഡ് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കും. ബട്ട് ദ മെയിൻ കണ്ടന്റ് ഈസ് ബ്യൂട്ടേൻ. ദ മോസ്റ്റ് ഏറ്റവും കൂടുതലുള്ളത് ബ്യൂട്ടേൻ ആണ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി എ മിക്സ്ചർ ഓഫ്. However, out of all these constituents, the most active and main composition of LPG include propane and butane. നമ്മൾ പ്രൊപ്പൈനും ബ്യൂട്ടേൻ ആണ് മെയിൻ കൺസെപ്റ്റ്. അപ്പം നമ്മളിവിടെ ബ്യൂട്ടേൻ ആണ് ആൻസർ ആയിട്ടിരിക്കുന്നത്. ഇത് നോക്കാം. നെക്സ്റ്റ്,
The energy processed by a stretched bow. ഒരു സ്ട്രെച്ച്ഡ് ബോയുടെ എനർജി പ്രോസസ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? എനർജി ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ഉണ്ട്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എനർജി ഡ്യൂ ടു സ്ട്രെയിൻ ഉണ്ട്, മെക്കാനിക്കൽ എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൈനറ്റിക് എനർജി എന്നുള്ള പോയിന്റ് മിറ്റ് ചെയ്യാം. ദെൻ മെക്കാനിക്കൽ എനർജി അല്ല. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ, അതായത് ഏതൊരു ഒബ്ജക്റ്റിനും പൊസിഷൻ കാരണമുള്ള എനർജി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. നമ്മൾ പ്രഷർ അവിടെ നമ്മൾ വി ഹാവ് ടു അപ്ലൈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് ഒരു ബോയ്ക്ക്. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ കൊടുക്കുന്നത് റിലീസ് ചെയ്യുമ്പോഴാണ് ആ ബോ എന്ത് ചെയ്യുന്നത്? വീണ്ടും റിയൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ ആണ്. പിന്നെ കുറച്ച് സബ്സ്റ്റൻസിന്റെ എനർജി കൂടെ നമുക്കൊന്ന് നോക്കാം. കംപ്രസ്ഡ് സ്ട്രിങ്ങിന് അവിടെ ഉണ്ടാവുക പൊട്ടൻഷ്യൽ എനർജിയാണ്. സ്ട്രെച്ച്ഡ് ബോ ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ദെൻ മൂവിങ് ആരോ അവിടെ കൈനറ്റിക് എനർജിയാണ്. ദെൻ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം, ദാറ്റ്സ് പൊട്ടൻഷ്യൽ എനർജിയാണ്. എ സ്റ്റോൺ അറ്റ് എ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്, വി ഹാവ് എ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ആൻഡ് ബേർഡ് റെസ്റ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ, അവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി നോക്കാം. ദിസ് ഇസ് ഡിഫറെന്റ് കാറ്റഗറി, നമ്മൾ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഫോഗ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡൽ സിസ്റ്റം ഓഫ് ഫോഗ് എന്ന് പറയുന്നത് എന്താണ്? ഫോഗ് എന്ന് പറയുന്നത് നമുക്ക് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നതാണ് അല്ലേ? നമുക്കറിയാം അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ട് അല്ലെ? ഡിഫറെന്റ് ഗ്യാസസ് ഉണ്ട്. അപ്പൊ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അറ്റ്മോസ്ഫിയറിൽ എന്താ ചെയ്യാ, ലിക്വിഡ്, അതായത് ഒരു മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ലിക്വിഡിന്റെ പ്രസൻസും കൂടെ വരുന്ന സമയത്താണ് അവിടെ ഫോഗ് ഫോം ചെയ്യുന്നത്. ആക്ച്വലി ഫോഗ് ഈസ് എ കൊളോയിഡൽ മിക്സ്ചർ ഓഫ് ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ് ഫോഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിഫറെന്റ് 9 സിസ്റ്റം ഓഫ് കൊളോയിഡ്സ് ഉണ്ട് അല്ലെ? കൊളോയിഡൽ സിസ്റ്റത്തിൽ നമുക്ക് ഡിഫറെന്റ് 9 ആയിട്ട് തിരിക്കാം. അവിടെ നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസ്പേർഷൻ മീഡിയം ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേർഷൻ മീഡിയത്തിനും ഡിസ്പേഴ്സ്ഡ് ഫേസിനും അനുസരിച്ച് ഡിഫറെന്റ് കൊളോയിഡൽ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ നോക്കാം, ഡിസ്പേർഷൻ ഫേസ് സോളിഡ് ആയിട്ട് എടുക്കുക. മൂന്നാമത്തെ മൂന്നില് ഡിസ്പേർഷൻ ഫേസ് സോളിഡ് ആണ്. ഇനി സോളിഡ് ആവുന്ന സമയത്ത് വി ഹാവ് എ സോളിഡ് സോൾ. എക്സാമ്പിൾ ആണ് കളേർഡ് ഗ്യാസസ്, ജം സ്റ്റോൺസ് എക്സെട്ര. ഇനി സോളിഡ് ലിക്വിഡ് ആവുന്ന സമയത്ത് നമ്മൾ സോൾ എന്നാണ് പറയാ. അതിന് എക്സാമ്പിൾ ആണ് പെയിന്റ്, സെൽ ഫ്ലൂയിഡ്സ് എക്സെട്ര. ഇനി സോളിഡ് ഇൻ ഗ്യാസ് ആണെങ്കിൽ നമ്മൾ എയറോസോൾ, സ്മോക്ക്, ഡസ്റ്റ് എന്നൊക്കെ എക്സാമ്പിൾ ആണ്. ദെൻ ലിക്വിഡ് ഇൻ സോളിഡ് ആണെങ്കിൽ ദെൻ ജെല്ലാണ്, ദെൻ ചീസ്, ബട്ടർ, ജെല്ലീസ് ഒക്കെ എക്സാമ്പിൾ ആണ്. ദെൻ ലിക്വിഡ് ആണെങ്കിൽ എമൽഷൻ എന്നാണ് പറയാ. മിൽക്ക്, ഹെയർ ക്രീം ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്, എമൽഷൻ ആണ്. ദെൻ ലിക്വിഡ് ഇൻ ഗ്യാസ് ആണെങ്കിൽ എയറോസോൾ ആണ്. ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ്, സ്പേസ് ഇതൊക്കെ എന്താണ്, അതിന് എക്സാമ്പിൾ ആണ്. ദെൻ ഗ്യാസ് ഇൻ സോളിഡ് ആണെങ്കിൽ സോളിഡ് സോൾ ആണ്. ദെൻ പ്യൂമിക് സ്റ്റോൺ, ഫോം, റബ്ബർ എക്സെട്ര. ദെൻ ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ ഫോം ആണ്, ഫ്രോത്ത്, വിപ്ഡ് ക്രീം, സോപ്പ്, ലെതർ എക്സെട്ര. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്മുടെ കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ. ദർ ആർ 9 കൊളോയിഡൽ സിസ്റ്റം. അപ്പൊ ഇവിടെ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ലിക്വിഡ് ഇൻ ഗ്യാസ് ആണ്, ഇറ്റ്സ് എയറോസോൾ. എയറോസോളിന്റെ കാറ്റഗറിയിൽ പെട്ടിരിക്കുന്നതാണ് ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്സ് എക്സെട്ര. അപ്പൊ ഇതൊക്കെ ഫോഗ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഇൻ ഗ്യാസ് സോളാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ കൊളോയിഡൽ സിസ്റ്റം ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബേസിസ് ഓഫ് എ വർക്കിംഗ് ഓഫ് എൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഒരു ഇൻഡക്ടറിന്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. അപ്പൊ സെൽഫ് ഇൻഡക്ഷൻ എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറന്റ് ഇൻ എ സർക്യൂട്ട് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇൻ ദ സെയിം സർക്യൂട്ട്. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഒരു ഇലക്ട്രിക് കറണ്ട് പോകുന്ന സർക്യൂട്ടിൽ അവിടെ എന്ത് ചെയ്യും, ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അല്ലെ? ആ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. വെൻ കറന്റ് ഇൻ ദ കോയിൽ ചേഞ്ചസ്, ദിസ് കോസസ് എ വോൾട്ടേജ് ടു ബി ഇൻഡ്യൂസ്ഡ് അറ്റ് ദ ഡിഫറെന്റ് ലൂപ്സ് ഓഫ് ദ കോയിൽ ആൻഡ് ദ റിസൾട്ട് ഇൻ ദ സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഇൻഡക്ടേഴ്സിന്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ലൂപ്സ്, അപ്പൊ ഇതിന് മാഗ്നറ്റിക് ലൂപ്സിൽ എൻക്ലോസ് ഇൻ ദ കംപ്ലീറ്റ് കോയിൽ ആൻഡ് മാഗ്നറ്റിക് ലൂപ്പ് എൻക്ലോസ് ഇൻ സിംഗിൾ ലൂപ്പ് ഓഫ് ദ കോയിൽ. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ലൂപ്സ് ആണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ദ സെൽഫ് ഇൻഡക്ഷൻ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നോക്കാം. In an electric circuit, the current is 0.5 ampere. When a potential difference 6 volt is applied, when a potential apply ചെയ്യുന്നു, then when a potential difference is 12 volt applied across the same circuit, the current will be. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ ഒരു സർക്യൂട്ട് ഉണ്ട്, അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 0.5 ആംപിയർ ആണ്. 0.5 ആംപിയർ
അല്ലേ? ഇനി when a potential difference of 6 volt is applied, 6 volt എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, then V is equal to, അല്ലേ? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ I is equal to V by R ആണ്, അല്ലേ? അതായത് R ഇൻറ്റു I is equal to V ആണ്. R എന്ന് പറയുന്നത് V by I ആണ്, അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? V by A, ദാറ്റ് ഇസ് V എന്ന് പറയുന്നത് ഇവിടെ 6 വോൾട്ട് ആണ്, ദെൻ 0.5, 6 by 0.5 എന്ന് വരും. 6 by 0.5 എന്ന് പറയുന്ന സമയത്ത് ആൻസർ ഇസ് 12 ഓം ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്താ പറയുന്നത്? 12 ഓം കിട്ടും. ദെൻ നെക്സ്റ്റ് പറയുന്നത് when a potential difference of 12 volt is applied across the same circuit, അതിനേക്ക് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത് കൂട്ടുന്നു. ഇവിടെ 6 വോൾട്ടിന് പകരം we have to apply the 12 volt. then what will be the current, അല്ലേ? കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം I is equal to V by R ആണ്. ഇവിടെ R നമ്മൾ കണ്ടുപിടിച്ചു. ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 ഓം ആയിരുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്കറിയാം. വോൾട്ടേജ് നമ്മൾ പറഞ്ഞു 12 വോൾട്ട് ആണ്. അപ്പോൾ 12 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഇസ് 12 ഓം, അല്ലേ? അപ്പോൾ 12 by 12 എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് കിട്ടുന്നത്. ദാറ്റ് വിൽ I എന്ന് പറയുന്നത് 1 ആംപിയർ ആയിരിക്കും. ഇറ്റ് വിൽ ബി 1 ആംപിയർ. അപ്പോൾ ആൻസർ എന്ന് 1 ആംപിയർ ആണ്. ഇവിടെ നോക്കേണ്ടത് നമ്മൾ ഓംസ് ലോ പ്രകാരമാണ് I is equal to V by R, R is equal to V by I, അല്ലേ? അപ്പോൾ ആദ്യത്തെ കേസിൽ റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ല. റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് 6 by 0.5, ദറ്റ് ഇസ് 12, അല്ലേ? 6 by 0.5 എന്ന് 12 കിട്ടി. ഇനി നമ്മൾ പറയുന്നു I എന്ന് പറയുന്നത് നമ്മൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നു, 12 വോൾട്ട് ആക്കി മാറ്റുന്നു. അപ്പോൾ വാട്ട് വിൽ ബി ദ കറണ്ട്, അല്ലേ? അപ്പോൾ ഐയുടെ വാല്യൂ നമുക്ക് I V by R ആണ്, 12 ആണ്. റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് 12 ആണെന്ന്. അപ്പോൾ 12 by 12 എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടും. അപ്പോൾ ദിസ് വിൽ ബി ദ ആൻസർ. അപ്പോൾ 1 ആംപിയർ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡീൽസ് വിത്ത് ദ ഇനേർഷ്യ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? അപ്പോൾ നമുക്കറിയാം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് ഇനേർഷ്യ ഓഫ് പറയുന്നത്, അല്ലേ? ഇനേർഷ്യ ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് എ സബ്സ്റ്റൻസ് ഓൺ മൂവ്മെന്റ്, അല്ലേ? ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്, അല്ലേ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് ആക്ച്വലി ഇനേർഷ്യ എന്നുള്ള ഒരു ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്? എ ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അണ്ടിൽ an external അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്, അല്ലേ? ഒരു ബോഡി അതിന്റെ റെസ്റ്റിലോ അല്ലെങ്കിൽ മൂവ്മെന്റിന്റെ അവസ്ഥയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ്? ഇഫ് എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇസ് അപ്ലൈഡ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും? അത് അതിന്റെ ഇനേർഷ്യ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ റെസ്റ്റിലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഇനേർഷ്യ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. Okay, അപ്പോൾ Newton's first law states that every object will remain at a state of rest or uniform motion in a straight line unless compelled to change its state by the action of an external force. External force apply ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും? അത് അതിന്റെ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. This tendency to resist a change in a state of motion is called inertia. അപ്പോൾ അങ്ങനെ ആ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് അതിന്റെ ആ ഒരു സ്റ്റേറ്റിന് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയെ നമ്മൾ പറയുന്ന പേരാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്, അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ ഇനി നെക്സ്റ്റ് നോക്കാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് സേ കോർ ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിന്റെ കോർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാ? മെയിൻലി സ്റ്റീലാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അൽനിക്കോ എന്ന് പറയുന്നത് നമുക്കറിയാം ഹീറ്റിംഗ് ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്ന സോഫ്റ്റ് അയൺ, സ്റ്റീൽ അല്ല സോഫ്റ്റ് അയൺ. എക്സാമ്പിൾ ആൻസർ ഇന്ന് സോഫ്റ്റ് അയൺ ആണ് കേട്ടോ. സ്റ്റീൽ അല്ല സോഫ്റ്റ് അയൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കോപ്പർ എക്സെട്ര. അപ്പോൾ സോഫ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രോമാഗ്നറ്റിക്സ് ബിക്കോസ് സോഫ്റ്റ് അയൺ ഹാസ് എ ഗുഡ് ആൻഡ് ഹൈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇറ്റ് ക്യാൻ കമ്പയർ ടു ദ സ്ട്രോങ്, it can provide a strong magnet. സോഫ്റ്റ് അയൺ ആണ്, സ്റ്റീൽ അല്ല, സോഫ്റ്റ് അയൺ ആണ്. അപ്പോൾ സോഫ്റ്റ് അയൺ ആണ് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. How many grams of sodium hydroxide present in 250 ml and of 0.5 molar sodium hydroxide solution? 250 ml of 0.5 molar സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഗ്രാംസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് വേണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത് മൊളാരിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 1000 ആണ്.
വോളിയം ഡിവൈഡ് ബൈ 1000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൊളാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 0.5 മോളാർ സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി VML എന്ന് പറയുന്നത് മോൾ തന്നിരിക്കുന്നത് 250 ml ആണ്. ആൻഡ് ഇത് ഇവിടെ ബൈ 0.5 ആണ്. 0.5 മോളാർ സൊല്യൂഷൻ ആണ് 250 ml അല്ലേ. 250 ml 0.5 മോളാർ സൊല്യൂഷൻ ആണ്. ഇനി അതിന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മൊളാരിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 0.5 ഇൻറ്റു ദാറ്റ് 250 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.125 എന്നാണ്. 0.125 ml ആണ്. ഇനി ഈ ഇതിനെ ഈ ഒരു ml 0.125 ml നമ്മൾ എന്ത് ചെയ്യുക? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മാസ് ഇക്വലന്റ് മാസ് എന്ന് പറയുന്നത് 40 gram ആണ് അല്ലേ. അപ്പോൾ ആ 40 ഗ്രാമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 0.125 ഇൻറ്റു 0.125 ഇൻറ്റു 40 gram വരുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ദിസ് വിൽ ബി ദ ആൻസർ. ആൻസർ വിൽ ബി 5 gram. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 1000 അല്ലേ. അപ്പോൾ നമുക്ക് കഴിയുമ്പോൾ അതിൻ്റെ ഗിവൺ വോളിയം കിട്ടും. ആ ഗിവൺ വോളിയത്തിന് നമ്മൾ നമ്മുടെ ഇതിൻ്റെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഇക്വലന്റ് മാസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ ഇൻ ഗ്രാംസ്. സോ ഹിയർ ദ ആൻസർ ഈസ് 5 gram. 5 gram ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇനി നോക്കാം. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഷെയർഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് നൈട്രജൻ മോളിക്യൂൾ. നമുക്കറിയാം നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ഓർ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 5 എന്നാണ് വരിക. ദാറ്റ് മീൻസ് നൈട്രജൻ കണ്ടെയ്നിങ് ഇൻ ഔട്ടർമോസ്റ്റ് 5 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ. ഇനി നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് ദേ നീഡ് എത്ര ഇലക്ട്രോൺസ് ആണ്? 5 ഇലക്ട്രോൺസ് ആണ്. ദേ നീഡ് 3 ഇലക്ട്രോൺ പെയേഴ്സ് അല്ലേ. 3 ഇലക്ട്രോൺ പെയേഴ്സ് ഷെയർ ചെയ്യണം. എന്നാലാണ് എന്ത് ചെയ്യുന്നത്? 8 ഇലക്ട്രോൺസ് എന്നുള്ള കോൺഫിഗറേഷനിൽ എത്തുന്നത്. സോ നൈട്രജൻ മോളിക്യൂൾസ് ക്യാൻ ബി ഫോംഡ് ലൈക്ക് ദിസ് അല്ലേ. 3 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ഷെയർ 3 ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് 3. ദാറ്റ് നൈട്രജൻ ഹാവ് എ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് ഇലക്ട്രോൺ പെയർ ഷെയർഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ നൈട്രജൻ മോളിക്യൂൾസ്. നൈട്രജൻ മോളിക്യൂൾസിനെ ഷെയർ ചെയ്യുന്ന സമയത്ത് 3 ഇലക്ട്രോൺ പെയേഴ്സിനെയാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് എ സ്ട്രക്ചർ ഓഫ് ദി നൈട്രജൻ. ദർ ഇസ് എ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ നൈട്രജൻ ആറ്റംസ്. നോക്കുക, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ നെവർ ഗിവ് എ റിയൽ ഇമേജ്. റിയൽ ഇമേജ് തരാത്തത് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ, ഓൾ ഓഫ് ദിസ്. ഏതാണ് നമ്മുടെ ലെൻസ് ആണ്. അപ്പോൾ റിയൽ ഇമേജ് തരാത്തത് കോൺകേവ് ലെൻസ് ആണ്. നെവർ ഗിവ് എ റിയൽ ഇമേജ്, കോൺകേവ് ലെൻസ് ആണ് ആൻസർ. ഇനി വിച്ച് വൺ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ഡസ് ദ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നോക്കുക. ഇതിൽ തന്നിരിക്കുന്നതിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നോക്കുന്നത് എപ്പോഴാണ്? റിയാക്ടിവിറ്റി സീരീസ് നോക്കുക. റിയാക്ടിവിറ്റി സീരീസിൽ നമുക്കറിയാം മുകളിലുള്ള മെറ്റൽസ് മോൾ റിയാക്റ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം, സോഡിയം അല്ലേ, മഗ്നീഷ്യം, അങ്ങനെയുള്ള മെറ്റൽസ്, കാൽഷ്യം, അത് കഴിഞ്ഞ് ഹൈഡ്രജൻ വരും, പിന്നെ കോപ്പർ, സിങ്ക്, അങ്ങനെയാണ് റിയാക്ടിവിറ്റി സീരീസ് വരുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അൺറിയാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കോപ്പർ മഗ്നീഷ്യം സൾഫേറ്റ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പറിലെ മഗ്നീഷ്യം സൾഫേറ്റ്. നമുക്കറിയാം കോപ്പർ ഈസ് റിയാക്ടിവിറ്റി സീരീസിൽ മഗ്നീഷ്യത്തിന് താഴെയാണ് കോപ്പറിന്റെ സ്ഥാനം. So magnesium cannot be replaced by the copper. ഇനി സിൽവർ ആൻഡ് കാൽഷ്യം സൾഫേറ്റ്. സിൽവറും കാൽഷ്യം സൾഫേറ്റ് നോക്കുവാണെങ്കിൽ കാൽഷ്യത്തിന് താഴെയാണ് സിൽവറിന്റെ സ്ഥാനം. സോ കാൽഷ്യം കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ ദ സിൽവർ അല്ലേ. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കില്ല. ഇനി സിങ്ക് ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ് അല്ലേ, മഗ്നീഷ്യം സിങ്കും. അപ്പോൾ നമുക്ക് ഇവിടെ മഗ്നീഷ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് സിങ്കിനേക്കാളും മുകളിലാണ്. അപ്പോൾ മഗ്നീഷ്യം കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ ദ സിങ്ക് അല്ലേ. പക്ഷേ മഗ്നീഷ്യത്തിനെ സിങ്ക് സൾഫേറ്റിൽ നിന്ന് മഗ്നീഷ്യത്തിനെ ആരെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? സിങ്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് സിങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിന് താഴെയാണ്. അപ്പോൾ മഗ്നീഷ്യം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിങ്ക്, ദർഫോർ ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ സിങ്ക്. സിങ്കിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് വി ക്യാൻ ഗെറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് ആൻഡ് സിങ്ക്.
അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ആൻസർ നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ റിയാക്ടിവിറ്റി സീരീസ്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം, കാർബൺ, സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം അല്ലേ. അപ്പോൾ മോർ റിയാക്റ്റീവ് ദാൻ കാർബൺ എക്സ്ട്രാക്റ്റഡ് ബൈ ഇലക്ട്രോളിസിസ്. അപ്പോൾ ഇവിടെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ കാർബണിനേക്കാളും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം എന്നിവ. നമ്മൾ മെയിനായിട്ട് ഇലക്ട്രോളിസിസ് വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ സിങ്ക്, അയൺ, ടിന്ന്, ലെഡ് ലെസ് റിയാക്റ്റീവ് ദെൻ കാർബൺ എക്സ്ട്രാക്റ്റഡ് ബൈ റിഡക്ഷൻ. ദെൻ ഹൈഡ്രജന് താഴെ വരുന്നതാണ് കോപ്പർ, സിൽവർ, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് ഓക്സിജൻ ഫ്രം എയർ? ഓക്സിജനെ നമുക്കറിയാം എയറിൽ നിന്നാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് എയർ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് മെനി ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, മെനി അതർ ഫ്ലോറോ കാർബൺസ്, ഓസോൺ എക്സെട്ര. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ദെൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡിലാണ് നമ്മൾ എയറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പണന്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റെക്ടിഫിക്കേഷൻ? റെക്ടിഫിക്കേഷനും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയോഡാണ്. റെക്ടിഫയേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡയോഡ്സ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. സിലിക്കൺ ഡയോക്സൈഡ് ആർ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് റെക്ടിഫയർ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ് ഫോർ ലോവർ വോൾട്ടേജസ് ആൻഡ് പവേഴ്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഹാവ് ലാർജ്ലി റീപ്ലേസ്ഡ് ബൈ അതർ റെക്ടിഫയേഴ്സ് ഡ്യൂ ടു ദെയർ സസ്റ്റൈനബിലിറ്റി, ലോവർ ഫോർവേഡ് വോൾട്ടേജ് എക്സെട്ര. അപ്പം അതിൻ്റെ എക്സാമ്പിൾസാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സിലിക്കണിന് പകരം ജെർമേനിയം അങ്ങനെയുള്ള പല മെറ്റീരിയൽസും ഡയോഡ്സ് ആയിട്ട് യൂസ് ചെയ്തു. മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് സിലിക്കൺ ഡയോഡ്സ് ആയിരുന്നു. ഇനി നോക്കാം, മോളാർ വോളിയം ഓഫ് 70 gram ഓഫ് അമോണിയ ഈസ്. അമോണിയയുടെ 70 ഗ്രാമിൻ്റെ നമുക്കറിയാം 1 mol സബ്സ്റ്റൻസസ് എന്താണ് മോളാർ വോളിയം? The volume of a 1 mol substance at STP is called 1 mol substance at STP അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ മോളാർ വോളിയം എന്ന് പറയുന്നത്. അപ്പം ഒരു 1 mol സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ STPയിലെ മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 liters ആണ്. At STP, the volume of a 1 mol of a substance is 22.4 liters അല്ലേ. അങ്ങനെയാണെങ്കിൽ അമോണിയയുടെ മോളിക്കുലാർ മാസ് നമുക്കറിയാം, നൈട്രജൻ 14 പ്ലസ് ഹൈഡ്രജൻ 3 എണ്ണം, അപ്പോൾ 3 അല്ലേ, 17 ആണ്. അപ്പോൾ 17 gram ഓഫ് അമോണിയ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1 mol. 17 gram ഓഫ് അമോണിയ എന്ന് പറയുന്നത് എന്താണ്? 1 mol ആണ്. 1 mol ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് STP എത്രയാണ്? 22.4 liters ആണ്. അപ്പോൾ 17 gram ഓഫ് അമോണിയ അറ്റ് STP ആണ് അതിൻ്റെ മോളാർ വോളിയം. അപ്പോൾ മോളാർ വോളിയം എത്രയായിരിക്കും? 22.4 liters ആയിരിക്കും. 22.4 liters. ഫസ്റ്റ് വൺ ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ 17 gram ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ 1 mol ആണ്. അതാണ് അവിടുത്തെ കീ പോയിന്റ്. നോക്കാം, വിച്ച് എമംഗ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് റിഫൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ? ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ് റിഫൈൻ ചെയ്യുന്നത്? ലെഡ്, സിങ്ക്, കോപ്പർ, ടിന്ന്. ഇതിനകത്ത് നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി റിഫൈൻ ചെയ്യുന്നത് സിങ്ക് മെറ്റലിനെയാണ് റിഫൈൻ ചെയ്യുന്നത്. ബാക്കി അത് റിഫൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റത്തെ പ്രൊസീജിയറാണ്, പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. അപ്പം നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി ചെയ്യുന്നത് സിങ്കിനെയാണ്. ഇനി എന്തുകൊണ്ടാണ് സിങ്കിനെ നമ്മൾ റിഫൈൻ ചെയ്യുന്നത്? സിൻസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് സിങ്ക് ഈസ് എ വേബ് ബാക്ക് at 1880 Kelvin, the zinc is formed immediately vaporizes and distills over, leaving behind non-volatile impurities. അപ്പോൾ നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം വോളറ്റൈൽ ആയിട്ടാവുന്ന മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിങ്കിൻ്റെ വോളറ്റിലെ അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് അല്ലെങ്കിൽ പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറാണ്. ഏകദേശം 180 Kelvin ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് എളുപ്പത്തിൽ അതിലെ ഇമ്പ്യൂരിറ്റീസ് വേപ്പറൈസ് ചെയ്തിട്ട് പോയിട്ട് സിങ്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ദിസ് ഗ്യാസ് കണ്ടെയ്ൻ സിങ്കിങ് വേപ്പേഴ്സ് ഈസ് കളക്റ്റഡ് ആൻഡ് കൂൾഡ് ബൈ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിങ്കിനെ ഡിസ്റ്റിലൈസ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ടെമ്പറേച്ചറിൽ സിങ്ക് മുകളിലേക്ക് വേപ്പറായിട്ട് വരും. ആ വേപ്പർ നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും, ദെൻ കൂൾഡ്. അങ്ങനെയാണ് നമ്മൾ സിങ്കിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് സിങ്ക് ദിസ് ക്രൂഡ് മെറ്റൽ ഈസ് കോൾഡ് സ്പെലേറ്റ് എന്നാണ് നമ്മൾ അതിൻ്റെ ക്രൂഡ് മെറ്റലിൻ്റെ സിങ്കിനെ വിളിക്കുന്നത്. ഇനി നോക്കാം, an object of height 2 cm is kept in front of a convex lens. The height of the image formed on a screen is 6 cm. So the magnification is, നമ്മുടെ മാഗ്നിഫിക്കേഷൻ ആണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡ് ബൈ ദ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത്
an object of height എന്ന് പറയുന്നത് 2 cm is kept in front of a convex lens and height of the image is formed on a screen is 6 cm അല്ലേ. അപ്പൊ നമുക്കിവിടെ 2 divided by 6 ആണ് വരുന്നത്. 2 divided by 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് 3 ആണ്, ദാറ്റ് ഈസ് -3 ആണ് നമ്മുടെ ആൻസർ വരിക. -3 ആണ് ഇവിടെ സെന്റിമീറ്റർ. അത് നമ്മുടെ ജസ്റ്റ് അതിന്റെ ഇമേജസ് തമ്മിലുള്ള ഹൈറ്റിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. സോ ദ ആൻസർ ഈസ് -3. അപ്പം ഇവിടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 cm ആണ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഫോംഡ് ഇൻ ദ സ്ക്രീൻ 6 cm അല്ലേ, 6 cm ആണ്. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് ജസ്റ്റ് അതിന്റെ ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. ദാറ്റ് വിൽ ബി -3. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Which of the following image is a correct diagram regarding the hanging of an iron natural in the pole of a magnet? നമുക്കറിയാം ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. സെയിം ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, സെയിം പോൾസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ രണ്ട് നെയിൽസ് നമ്മൾ ഒരു മാഗ്നറ്റിന് യു എന്നുള്ള ഒരു മാഗ്നറ്റിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. വിൽ ബി ദ ആൻസർ. ദിസ് വിൽ ബി ദ ആൻസർ. ഡി ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇസ് എ വൺ വിച്ച്. എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? is completely ionized in the solution, dissociate partially in the solution, is having low electrical conductivity, ionizes partially. എന്താണ് നമുക്കറിയാം, ഒരു കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡികമ്പോസ് ആയി മാറുന്ന ഒരു ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ HCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, പ്ലസും Cl- ആയിട്ട് മാറും. NaCl എന്ന് പറയുന്നത് സ്ട്രോങ് Na+ഉം OH- ആയിട്ട് മാറും അല്ലെ. NaCl എന്ന് പറയുന്നത് Na+ഉം Cl- ആയിട്ട് മാറും. But another എന്ന് പറഞ്ഞാൽ CH3COH. CH3COH acetic acid. It's a weak electrolyte because it becomes CH3CO- എന്ന് പറയുന്നതും H+ഉമായിട്ട് ഡികമ്പോസ് ചെയ്യുന്നെങ്കിൽ പാർഷ്യലി ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഡികമ്പോസ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഇസ് കോൾഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ആയിട്ട് സൊല്യൂഷൻസ് എന്ന് പറയും. ഇനി അടുത്ത് നോക്കാം. A solution which contains the maximum possible amount of solute at a given temperature is known as unsaturated solution, supersaturated solution, saturated solution, none of the solution, none of the above solution. നമ്മൾക്ക് അറിയാം, ഒരു സബ്സ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ വാട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, അത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ മാക്സിമം സോൾട്ട് ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ മാക്സിമം സോൾട്ട് ഇനി അങ്ങോട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നില്ല, ഡിസോൾവ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുറച്ചുകൂടെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടെ സോൾട്ടുകൾ ഡിസോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടായി, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് വീണ്ടും സൊല്യൂഷനിലേക്ക് സോൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ സാച്ചുറേറ്റഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടി അല്ലേ. പിന്നീട് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ദാറ്റ് സോൾട്ട് കനോട്ട് ബി ഡിസോൾവ്, സോൾട്ട് ഡിസോൾവ് ചെയ്യില്ല. അപ്പം നമുക്ക് എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മാക്സിമം പോസിബിൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് അല്ലേ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടുന്ന സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഡിസോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എന്താണ്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ മാക്സിമം പോസിബിൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് കോൾഡ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അറ്റ് എനി പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് ഡിസോൾവ്ഡ് ആസ് മച്ച് സൊല്യൂട്ട് ആസ് ഇറ്റ് ഈസ് capable of dissolving is said to be a saturated solution അല്ലേ. നമുക്ക് പറ്റാവുന്ന മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് സൊല്യൂഷൻ നമ്മൾ പറയുന്നതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇനി നമ്മൾ ആ ടെമ്പറേച്ചറിൽ നമ്മൾ എത്ര സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഡിസോൾവ് ചെയ്യില്ല അല്ലെ. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. അപ്പൊ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ സാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് അല്ലേ. അപ്പം അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ലെസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് കോൾഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇനി സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് മോർ ഡിസോൾവ്ഡ് സൊല്യൂട്ട് ദാൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷനേക്കാളും കുറച്ചുകൂടി ഡിസോൾവ് ചെയ്ത് നമുക്ക് എന്ത് വിളിക്കും, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്തിട്ടാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് എത്തുന്നത്. ഇനി അടുത്ത് നോക്കാം. ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് H is equal to I²RT എന്നാണ് നമ്മുടെ ജൂൾസ് ലോ പറയുന്നത്. I²RT അല്ലേ. അപ്പൊ എന്താ പറയുന്നത്, എന്താണ്, ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി കറന്റ്. ഐക്കാണ് പറയുന്നത് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ ജൂൾസ് ആണ് H is equal to I square. Joule's law of heating. This law states that when a current I passes through a conductor of resistance for a time t, then heat produced by the conductor is equal to the product of the square of the current and resistance and time. H is equal to I square RT എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നത്. ഐയുടെ സ്ക്വയറിനും റെസിസ്റ്റൻസിനും ടൈമിനും ഈക്വലൻ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. H is equal to I square RT. അല്ലേ? H is proportional to I square. H is heat produced. I എന്ന് പറഞ്ഞ കറണ്ട് ആണ്, R റെസിസ്റ്റൻസ് ആണ്, T ടൈം ആണ്. അല്ലേ? ദ യൂണിറ്റ് ഇൻ ജൂൾസ് ആണ് നമ്മൾ പറയുന്നത്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ്? ഫോസിലിന്റെ ഏജ് കണക്കാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇത് നമുക്കറിയാം. നോർമലി കാർബൺ ഡേറ്റിംഗ് എന്നുള്ള പ്രൊസീജിയർ ആണ്. അപ്പോൾ കാർബണിന്റെ ഐസോമേട്ടുള്ള കാർബൺ 14 ആണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്, കാർബൺ ഡേറ്റിംഗ് എന്നുള്ള പ്രോസസ്സിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കാർബൺ 14 ആണ് ആൻസർ. ഫോസിൽ ഫ്യൂൾസിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ 14 ആണ്. സോ പ്രോസസ് ഈസ് കോൾഡ് കാർബൺ ഡേറ്റിംഗ് അല്ലേ? അപ്പോൾ കാർബണിന്റെ കണ്ടന്റ് എന്താ പറയുക ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാർബൺ 14 ആണ്. അപ്പോൾ കാർബൺ 14ന്റെ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് നൈട്രജൻ 14ഉം ഇലക്ട്രോണും ആന്റി ന്യൂട്രിനോണുമായിട്ടാണ് മാറുന്നത്. അപ്പോൾ കാർബൺ 14ന്റെ കണ്ടന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഫോസിലിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. അപ്പം കാർബൺ 12, കാർബൺ 13, there are also trace amount of unstable radioisotope കാർബൺ 14 on there. അപ്പോൾ കാർബണിന് ഏതൊക്കെ ഐസോട്ടോപ്പ് ഉള്ളത്? കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, ആൻഡ് ട്രേസ് എമൗണ്ട് ഓഫ് കാർബൺ 14 അല്ലേ? ഇറ്റ്സ് എ റേഡിയോ ഐസോട്ടോപ്പ്. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഐസോട്ടോപ്പാണ്. കാർബൺ 14 ഹാസ് എ റിലേറ്റീവ്ലി ഷോർട്ട് ഹാഫ് ലൈഫ് ഓഫ് 5713 ഇയേഴ്സ് അല്ലേ? അത്രയും ഇയേഴ്സ് ആണ് അതിൻ്റെ ലൈഫ് ടൈം. മീനിങ് ദാറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് കാർബൺ 14 ഇൻ എ സാമ്പിൾ ഈസ് ഹാഫ്ഡ് ഓവർ ദി കോഴ്സ് ഓഫ് 5730 ഇയേഴ്സ് അല്ലേ? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ 14ന്റെ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ഇത്രയും ഇയേഴ്സ് കഴിയുമ്പോഴാണ് അതിന്റെ വെയിറ്റിന്റെ പകുതിയായിട്ട് മാറുന്നത്. ഡ്യൂ ടു ദ റേഡിയോ ആക്റ്റീവ് ഡീകെ ഓഫ് ദ നൈട്രജൻ 14. അത് എന്തായിട്ടാണ് മാറുന്നത്? റേഡിയോ ആക്റ്റീവ് ആയിട്ട് ഡീകെ ചെയ്തിട്ട് നൈട്രജൻ 14 ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ കാർബൺ 14ന്റെ കണ്ടന്റ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വി ക്യാൻ ഡിസൈഡ് ദ ഏജ് ഓഫ് ദി ഫോസിൽസ്. ഓക്കെ. Next, a body fell down from a rust and is falling down with an acceleration 10 meters per second. When it was hitting on the ground, the displacement is 20 meters. The velocity in which it hits the ground is എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു ബോഡി എന്താ മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ് ഫ്രം റെസ്റ്റിലുള്ള ഒരു ബോഡിയാണ് ആൻഡ് ഇസ് ഫോളിംഗ് വിത്ത് an acceleration. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ 10 meters per second ആണ്, meter per second square ആണ്. When it is hitting on the ground, its displacement was 20 meter. Displacement എന്ന് പറയുന്നത് അവിടെ 20 meters ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് the velocity which hits the ground. അതിൻ്റെ താഴെ വന്ന് ഇടിക്കുന്ന വെലോസിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒരു ബോഡി ഉണ്ട്, റെസ്റ്റിലാണ്. അത് എന്ത് ചെയ്യുന്നു? താഴേക്ക് വീഴുന്നു. 10 meters per second വേഗതയിലാണ്. അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 20 meter ആണ്. ആൻഡ് വെലോസിറ്റി ഇൻ വിച്ച് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ഈസ് വെലോസിറ്റി ആണ് നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ v² is equal to u² + 2as ആണ് അല്ലേ? അപ്പോൾ യു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. നമുക്ക് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു ബോഡി ഫോളോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലേ? ഇനി അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 9.8 meter per second ആണ്. നമുക്ക് ജിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്സിലറേഷൻ അറിയാം, അതേമാതിരി തന്നെ ഡിസ്റ്റൻസ് എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വി is equal to u² + 2as ഇക്വേഷൻ ഇടുന്ന സമയത്ത് നമുക്ക് v² എന്ന് പറയുന്നത് 400 ആയിട്ട് മാറും. ദെൻ വി എന്ന് പറയുന്നത് 20 meter per second ആണ് നമ്മുടെ ആൻസർ, 20 meter per second. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ v is equal to u + at എന്നുള്ള ഇക്വേഷനിൽ ഇടാം. u + at ആകുമ്പോൾ 20 ആണ് നമുക്കറിയാം, വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ 0 + 10 × t. അപ്പോൾ t എന്ന് പറയുന്നത് 2 seconds ആണ്. അപ്പോൾ 20 meter per second 2 second വേഗതയിൽ അത് എന്ത് എത്തും? നമ്മുടെ ഗ്രൗണ്ടിൽ അത് പതിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് വെലോസിറ്റി ആയിരുന്നു. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 20 meter per second അല്ലേ? വെലോസിറ്റി വിത്ത് ദ ഗ്രൗണ്ട് ഈസ് 20 meter per second. ഇക്വേഷൻ v is equal to u² + 2as എന്നുള്ള ഇക്വേഷൻ. u is a initial velocity and it can be 0. ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ 0 ആണ്. There are 3 shells in atom of element X6 electrons are present in an atomos shell. In which of the group is the element include? അല്ലേ? There are 3 shells in the atom. 3 shells എന്ന് പറയുമ്പോൾ എലമെന്റ് എക്സ് അല്ലേ? എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്നുള്ള എലമെന്റ് 3 shells ഉണ്ട്. അപ്പോൾ KLM എന്നിടാം, KLM അല്ലേ? 6 electrons are present
ഇൻ ഔട്ടർ മോസ്റ്റ് ഷെൽ. 6 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 2 4 ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരും അല്ലേ. അപ്പൊ 2 ഷെല്ല് 2 4 അല്ലേ. അപ്പൊ ഇനി എന്താണ്, വിച്ച് ഗ്രൂപ്പ് ഈസ് എലമെന്റ് ഇൻക്ലൂഡ്, ഏത് ഗ്രൂപ്പിലായിരിക്കും എലമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? 2 4 എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലായിരിക്കും വരിക? അപ്പൊ നമുക്കറിയാം പി ബ്ലോക്ക് എലമെന്റിലേക്ക് വരും. എല്ലില് 2ൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് എസ് ബ്ലോക്കിൽ നിന്ന് പി ബ്ലോക്കിലേക്ക് പോകും അല്ലെ. പി ബ്ലോക്കിന്റെ എലമെന്റ് ഗ്രൂപ്പ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, വി ആർ ആഡിങ് 12 ടു ദ അല്ലെ, അതിനോട് നമ്മൾ 12 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം 4 ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിന്റെ കൂടെ 12 ആഡ് ചെയ്യുക, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 16th അല്ലെ. അപ്പൊ 16ാമത്തെ ഗ്രൂപ്പിലാണ് നമ്മുടെ ആ എലമെന്റ് വരിക. ദ എലമെന്റ് ഷുഡ് ബി ഇൻ ദ 16th ഗ്രൂപ്പ് ആൻഡ് ദ എലമെന്റ് ഈസ് ഓക്സിജൻ അല്ലെ. ഓക്സിജൻ ആണ് എലമെന്റ് വരുന്നത്, ഓക്സിജൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് വേ റിഗാർഡിംഗ് ദ എക്സ്പ്രസിംഗ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു കറക്റ്റ് വേ ഏതാണ്? നമ്മൾ കെൽവിനിലാണ് ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യുക. ഇത് സ്മോൾ കെ എന്ന് പറയുന്നത് പലതരം കോൺസ്റ്റന്റുകളാവും, ബോൾട്സ്മാൻ കോൺസ്റ്റന്റോ അങ്ങനെയുള്ള ഏതെങ്കിലും കോൺസ്റ്റന്റുകളാവാം. അപ്പോൾ സ്മോൾ കെ ഇടാൻ പാടില്ല. ഇനി കെൽവിൻ എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കെൽവിൻ എഴുതേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇറ്റ്സ് റെപ്രസെന്റഡ് ബൈ ദ ക്യാപിറ്റൽ കെ. ക്യാപിറ്റൽ കെ മീൻസ് കെൽവിൻ. ഓക്കെ, അപ്പോൾ 50K എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ദ മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം ഈസ് 31. ദ എം ഷെൽ ഓഫ് ദിസ് ആറ്റം കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺസ്. അപ്പോൾ കെ എൽ എം, എമ്മിൽ 5 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ കെയും എല്ലും ഫില്ലായിരിക്കും അല്ലേ. ഹൗ മെനി ഇലക്ട്രോൺസ് ഡസ് ദ ആറ്റം ഹാവ് അല്ലേ. അപ്പോൾ എമ്മിൽ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 5 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ആറ്റമിക് നമ്പർ കിട്ടി. ആറ്റമിക് നമ്പർ എന്ന് പറയുമ്പോൾ 2 8 5 അല്ലേ, 2 8 10 15 ആണ് നമ്മുടെ എലമെന്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ മാസ് നമ്പർ നമ്മൾ തന്നിട്ടുണ്ട് 31 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ന്യൂട്രോൺസ് എത്ര, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ആണ്. മാസ് നമ്പറിൽ നിന്ന് ആറ്റമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. 31 - 15 ആണ്. 31 - 15 എന്ന് പറയുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 16 അല്ലേ. 16 ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 16. ദ എലമെന്റ് മി ബി ഫോസ്ഫറസ്. ഫോസ്ഫറസ് ആണ് 15 31 ആയിട്ട് വരുന്നത്, ഫോസ്ഫറസ് അല്ലേ. ഇറ്റ് ഹാസ് 16 ന്യൂട്രോൺസ് അല്ലേ. മാസ് നമ്പറിൽ നിന്ന് ആറ്റമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. അപ്പോൾ മാസ് നമ്പർ കാണാനുള്ള, ആറ്റമിക് നമ്പർ കാണാനുള്ള ഈ ഹിൻ്റാണ് ഇവിടെ. എമ്മിന് 5 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. എം 5 എന്ന് പറഞ്ഞാൽ ഓൾറെഡി കെയും എല്ലും ഫില്ലായിരിക്കും. ദാറ്റ് ഇസ് കെയിൽ 2 എണ്ണം, എല്ലിൽ 8 എണ്ണം അല്ലേ. കെ എൽ 2 8 5 എന്നാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരിക. ഇനി നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ഇനി in which among the given samples does 6.022 × 10⁻³ molecules contains. അതായത് അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉള്ള ഇത് ഏതിലാണുള്ളത്? അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉള്ളത് ഏതിലാണ്? 1 മോൾ സബ്സ്റ്റൻസിലാണ് എപ്പോഴും അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ ഉണ്ടാവുക അല്ലേ. പാർട്ടിക്കിൾസ് എന്ന് പറയാം. ഇഫ് ഇറ്റ് ഈസ് ആറ്റം, ആറ്റമിക് പാർട്ടിക്കിൾസ്, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾ, അയോൺ ആണെങ്കിൽ അയോൺ. 80 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ നമ്മൾ നോക്കുക, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ആറ്റമിക് മാസ് എന്ന് 40 gram ആണ്. അപ്പോൾ 80 gram സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ 80 / 40, അതായത് എന്താണ്, 2 moles ഉണ്ട്. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും, 2 × 6.02 × 10⁻23 മോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതല്ല ആൻസർ 20. അപ്പോൾ ദിസ് വിൽ നോട്ട് ബി ദ ആൻസർ. ഇനി 180 gram ഓഫ് വാട്ടർ. വാട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളിക്കുലർ മാസ് 80 ആണ്. അപ്പോൾ 180 gram എന്ന് പറയുമ്പോൾ 180 / 18 അല്ലേ. അപ്പോൾ എത്രയാണ്, 180 / 18 എന്ന് പറഞ്ഞാൽ 10 moles ഉണ്ടായിരിക്കും. ഹിയർ ദ 10 moles. അപ്പോൾ 10 × 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി 32 gram ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ആറ്റം ആണെങ്കിൽ അതിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ 32 gram ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 32 / 16 ആണ് വരിക. ഇഫ് ഇറ്റ് ഈസ് ഓക്സിജൻ മോളിക്യൂൾസ് ഇറ്റ് ഇസ് 32 / 32 വരും. അപ്പോൾ 1 mole വരും അല്ലേ. അപ്പോൾ ഇവിടെ ഓക്സിജൻ ആറ്റം ആണ് മെഷർ ചെയ്തെങ്കിൽ 2 moles വരും. 2 moles ഓഫ് ആറ്റംസ് വരും. ഇനി ഓക്സിജൻ മോളിക്യൂൾ ആണ് നമ്മൾ അവർ ഉദ്ദേശിച്ചതെങ്കിൽ എന്താണ്, 1 moles ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് വരും അല്ലേ. ഇനി ഇവിടെ 56 gram ഓഫ് നൈട്രജൻ. നൈട്രജനിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ 56, നൈട്രജന്റെ മോളിക്കുലർ മാസ് 17 ആണ്. അപ്പോൾ 17 / 56 / 17,
അപ്പോൾ ഓൾറെഡി നമുക്കറിയാം അത് എന്തായാലും ഇതിൻ്റെ മുകളിൽ വരും 4 moles അല്ലെ 4 to 5 moles വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ 32 gram ഓക്സിജൻ ആവാനാണ് സാധ്യത. ഇവിടെ ഓക്സിജൻ ആറ്റംസ് ആണെന്ന് പറഞ്ഞിട്ടില്ല, മോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ എന്തായാലും 56 gram നൈട്രജൻ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 32 gram ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ആയിരിക്കും. 32 divided by 32 ദാറ്റ് ഈസ് 1 mole ആണ്. 1 mole ഓഫ് ഓക്സിജൻ കണ്ടെയ്നിങ് 6.022 into 10⁻23 മോൾസ് വരും അല്ലേ, അല്ലെങ്കിൽ മോളിക്യൂൾസ്, സോറി മോൾസ് അല്ല മോളിക്യൂൾസ്, 6.023 മോളിക്യൂൾസ്. ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 32 gram ഓഫ് ഓക്സിജൻ ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഓക്സിജൻ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 32 gram ആണ്. ഇനി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ്ഡ് ആസ് എ ഫംഗിസൈഡ്? ഫംഗിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് സോഡിയം കാർബണേറ്റ്, കോപ്പർ സൾഫേറ്റ്, സോഡിയം ബൈകാർബണേറ്റ് ഉണ്ട്, സോഡിയം കാർബണേറ്റ് ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ്. മെയിനായിട്ട് സോഡിയം ബൈകാർബണേറ്റ് ആണ് ഫംഗിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ എന്ന് പറയുന്നതും അതുപോലെ കോപ്പർ സൾഫേറ്റ് അല്ല കേട്ടോ, സോഡിയം ബൈകാർബണേറ്റ് ആയിരിക്കും ആൻസർ വരിക. സോഡിയം ബൈകാർബണേറ്റ് ആണ് ആൻസർ വരിക. സോറി, ഇവിടെ ആൻസർ മാർക്ക് ചെയ്തതിൽ കറക്റ്റ് മിസ്റ്റേക്ക് ഉണ്ട്, സോഡിയം ബൈകാർബണേറ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ സിമ്പിൾ ഓഫ് PNP ട്രാൻസിസ്റ്റർ? അപ്പോൾ PNP ട്രാൻസിസ്റ്ററും ഉണ്ട്, NPN ട്രാൻസിസ്റ്ററും ഉണ്ട്. അപ്പോൾ PNP ട്രാൻസിസ്റ്ററിൻ്റെയും NPN ട്രാൻസിസ്റ്ററിൻ്റെയും രണ്ട് സിമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബേസ്, കളക്ടർ, എമിറ്റർ, PNP NPN ട്രാൻസിസ്റ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, PNP ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ ആയിട്ട്. അത് നോക്കി പഠിച്ചാൽ മതി. ദെൻ വിച്ച് among the following is not a property of an ionic compound? ionic compound പ്രോപ്പർട്ടി അല്ലാത്തത് എന്ത്? exist in solid, liquid and gaseous state, generally soluble in water, conduct electricity in aqueous and molten state, high melting and boiling point അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾക്ക് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. നമ്മൾ അയോണിക് കോമ്പൗണ്ട്സ് എല്ലാം തന്നെ സോളിഡ് സ്റ്റേറ്റിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഓർ ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം വാട്ടർ സോല്യൂബിൾ ആണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. ഇതെല്ലാം തന്നെ അയോണിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഇറ്റ്സ് ഓൺലി എക്സിസ്റ്റ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ഇനി നോക്കാം, ദ ഫിഗർ റെപ്രസെന്റ് ഷോസ് എ വേവ് ജനറേറ്റഡ് ഇൻ 0.2 സെക്കൻഡ്. ഇറ്റ് സ്പീഡ് ഈസ്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു വേവ് ഉണ്ട്, ആ വേവിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് 0.2 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതിന്റെ സെക്കൻഡ് എത്ര ടൈമിലാണ് ആ വേവ് ജനറേറ്റഡ് ചെയ്തത്, 2 സെക്കൻഡ്സിലാണ്. അതിന്റെ സ്പീഡ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ ഫിഗർ ഷോസ് എ വേവ് ജനറേറ്റഡ് ഇൻ 0.2, ഇറ്റ് സ്പീഡ് ഈസ്. സ്പീഡ് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, സ്പീഡ് കാണാൻ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് അതിന്റെ ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദിസ് വേവ് ഇസ് ഈക്വൽ ടു 1/t ആണ്. അതിന് ടൈം പീരീഡ് അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്ത ടൈമിന് 1/t കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഇവിടെ 1/0.2 എന്നുള്ളത് 1/0.2 അല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഇവിടെ നോക്കാം, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/t ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 1/0.2. 1/0.2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 എന്നാണ്. ഇനി നമുക്ക് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദിസ് വേവ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ദ വേവ് ലെങ്ത് ആണ്, വേവ് ലെങ്ത് ലാംഡ. അപ്പൊ ഇവിടെ നമുക്ക് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, ദിസ് വേവ് ഹാവ് എ വേവ് ലെങ്ത് ഓഫ് 8 meters. 8 meters ആണ്. അപ്പൊ ഫ്രീക്വൻസി എത്രയാണ്, 5 into ആണ്. 5 into 8 ദാറ്റ്സ് ഈക്വൽ ടു 40. അപ്പൊ ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ നോക്കാം, 40 meter per second ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ആൻസർ ഈസ് 40 meter per second. അപ്പൊ ഇത് എങ്ങനെ കാണുന്നത്, ആദ്യം നമ്മൾ ഫ്രീക്വൻസി കാണും. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണ്, ദാറ്റ് ഈസ് 1/t എന്ന് പറഞ്ഞാൽ ടൈം ആണ്, ടൈം ഓഫ് പീരീഡ് ആണ്. അപ്പം 1/0.2 ദാറ്റ്സ് ഈക്വൽ ടു 5. ദെൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ, ദാറ്റ് ഇസ് 5 into 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 40 meter per second. സിമ്പിൾ ആണ് അല്ലേ. അപ്പോൾ ഇക്വേഷൻസ് ഇതൊക്കെയാണ്. എഫ് ഇസ് ഈക്വൽ ടു n/t, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേവ്സ് ആണ് അല്ലേ, ഡിവൈഡ് ബൈ ടൈം ആണ്. 1/t എടുക്കാം, ഓർ 1/1 ടൈം പീരീഡ്, ഓർ ഇസ് ഈക്വൽ ടു 1/t, ആൻഡ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 2 capillary tubes of A and B diameter 1 millimeter and 2 millimeter. നമ്മൾ 2 capillary tubes ഉണ്ട്, 1 millimeter 2 millimeter, and dipped vertically in a liquidൽ ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് capillary rise in A is 6 millimeter and capillary rise in B is, ബിയിലെ capillary rise ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് H is proportional to 1/r. കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ, ഹൈറ്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ആദ്യത്തേതിൽ
R1 എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം, R1 ഈസ് പ്രൊപ്പോർഷണൽ ടു നമുക്ക് കിട്ടുന്ന 1/, നമുക്ക് കിട്ടുന്നത് 1 millimeter ആണ് അല്ലേ. R1 എന്ന് പറയുന്ന റൈസ്, കാപ്പിലറി റൈസ് 1 millimeter ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇവിടെ H1/H2 ഡിവൈഡഡ് ബൈ R1/R2 ആണ് നമുക്ക് വരുന്നത്. R1/R2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റൈസ്, കാപ്പിലറി റൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ R2 എന്ന് പറയുന്നത് ആദ്യത്തതിൽ 1/, ഹൈറ്റ് 1 millimeter അല്ലേ. അപ്പോൾ R1 എന്ന് പറയുന്നത് 1/1 ആയിട്ട് വരും. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് 1 ആയിട്ട് എടുക്കാം. ദെൻ R2 എന്ന് പറയുന്നത് 1/2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 0.5 ആണ് അല്ലേ. 0.5 ആയിട്ട് എടുക്കാം. അപ്പോൾ അവിടെ സോറി R2ഉം R1. അപ്പോൾ നമ്മളിതിന് പുട്ട് ചെയ്യുകയാണെങ്കിൽ 1/H1 എന്ന് പറയുന്നത് നമ്മൾ 1 millimeter ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു R1 എന്ന് പറയുന്നത് R2, ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 0.5 എന്ന് കിട്ടും. 1 ഡിവൈഡഡ് ബൈ 0.5, സോറി 6 ഡിവൈഡഡ് ബൈ H1, H2, 6 ഡിവൈഡഡ് ബൈ H2. അപ്പോൾ ഇവിടെ ആൻസർ നോക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു 1/R ആയിരിക്കും. കാപ്പിലറി റൈസ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/R അല്ലേ. അപ്പോൾ ഹൈറ്റിന് കാപ്പിലറി റൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മുടെ R1ന്റെ നോക്കുവാണെങ്കിൽ ആദ്യത്തെ റൈസ് എന്ന് പറയുന്നത് 1/2 ആണ്. അതിൻ്റെ ഹൈറ്റ് 1 ആണ്. 1/2 വരും. ദാറ്റ് ഇസ് 0.5 millimeter ആണ് റൈസ് വരിക. ഇനി R2ന്റെ കേസിലാണെങ്കിൽ 2/2 അല്ലേ. R2 ഹൈറ്റ് 2/2 ആണ്. ദാറ്റ്സ് 1 millimeter വരും. കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ ആണ്. പിന്നെ നമുക്ക് അതിൻ്റെ എത്ര സെന്റിമീറ്റർ ഉയർന്നു കാണാൻ വേണ്ടി H1/H2 = R2/R1 അല്ലേ. അപ്പോൾ H1/H2 എന്ന് പറയുന്നത് R2/R1. നമുക്ക് ആദ്യത്തിൻ്റെ റൈസ് തന്നിട്ടുണ്ട് എത്രയാണ്, 6 centimeter ആണ്. ഡിവൈഡ് ബൈ രണ്ടാമത്തിൻ്റെ അറിയില്ല, H2 ആണ്. ദെൻ ആദ്യത്തിൻ്റെ റൈസ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ലെങ്ത്, റേഡിയസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0.5 millimeter ആണ്. ദാറ്റ് ഈസ് R1ൻ്റെത്. R2ൻ്റെത് 1 ആണ്. അപ്പോൾ 1/0.5 ആണ് അല്ലേ. കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ട്യൂബിൻ്റെ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം 1/0.5 എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഇക്വേഷനിൽ 6/H2 × 1/0.5, then H2 is equal to 6 × 0.5 എന്ന് വരും. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് 3 centimeter ആണ്. 3 centimeter ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഹിയർ ദ ഓപ്ഷൻ ഈസ് ബി. 3 centimeter ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം. നെക്സ്റ്റ് നോക്കാം. അപ്പോൾ വെൻ capillaries are dipped in liquid, the liquid either rises or drops in the tube due to the capillary action. The rise in height is proportional to the diameter of the tube. റൈസ് എത്രത്തോളം ഹൈറ്റ് എന്ന് പറയുന്നത് എത്തുന്നുള്ളത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷൻ ടു ദ ഹൈറ്റ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് അല്ലേ. ഡയമീറ്റർ എന്ന് പറയുന്നത് ട്യൂബനാണ്. അവിടെ H എന്ന് പറയുന്നത് 2 cos θ ഡിവൈഡ് ബൈ R/PG എന്നാണ് ഇക്വേഷൻ. വേർ H ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R. H is inversely proportional to 1/R ആണ് അല്ലേ. അപ്പം അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നോക്കാം. A body is moving with a velocity 50 meter per second. On applying a force on it, it comes to rest at 5 and the retardation force. എപ്പോഴും retardation force എന്ന് പറയുന്നത് retardation force is opposite to the acceleration. ഓപ്പോസിറ്റ് ആക്സിലറേഷന് ഇവിടെ നമ്മൾ നോക്കുന്നത് മൂവിങ് വിത്ത് എ വെലോസിറ്റി 50 meter per second. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് കംസ് ടു റൈറ്റ് അറ്റ് 5 seconds അല്ലേ. റിട്ടേർഡേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആൻസർ അപ്പോൾ വരുന്നത് 50 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. 50 ഡിവൈഡഡ് ബൈ 5 വരും. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 10 meter per second ആണ്. 10 meter per second. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു F ഡിവൈഡ് ബൈ M ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക. ആക്സിലറേഷൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ആണ് വരിക അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ റിട്ടർഡേഷൻ ഫോഴ്സ് എപ്പോഴും ആക്സിലറേഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻ ഈസ് എ ഫ്രിക്ഷൻ ആൻഡ് അഡ്വാൻറ്റേജ്. ഫ്രിക്ഷന് ഒരു അഡ്വാൻറ്റേജ് വിയർ ആൻഡ് ടിയർ മെഷീൻസ്. വിയർ ആൻഡ് ടിയർ ഫുഡ് വേസ് ഹെൽപ്പ് അസ് ടു ഹോൾഡ് ഒബ്ജക്റ്റ്. വിയർ ആൻഡ് ടിയർ ടയേഴ്സ്. നമ്മൾ സാധാരണയായിട്ട് ഫ്രിക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ അതാണ് ആൻസർ വരിക. ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് റെസിസ്റ്റ് എ മോഷൻ വെൻ ദ സർഫസ് ഓഫ് എൻ ഒബ്ജക്ട് കംസ് ഇൻ കോൺടാക്ട് വിത്ത് സർഫസ് ഓഫ് അനദർ അല്ലേ. ഒരു സബ്സ്റ്റൻസിന്റെ എന്താണ് സർഫസ് മറ്റൊരു സബ്സ്റ്റൻസിന്റെ സർഫസ് തമ്മിൽ കോൺടാക്ട് വരുന്ന സമയത്ത് അവിടെ മോഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഫ്രിക്ഷൻ. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് മെഷീൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ ഫ്രിക്ഷൻ, ഓർ ഇൻ അതർ വേർഡ്സ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ഈസ് റെഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് ദ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഫ്രിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. which among the following is a subshell electronic configuration of the chromium. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ ഈസ് 24 അല്ലേ. 24 ആണ്. അപ്പം
സ്കാനിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്. ഇനി അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ആർഗൺ കഴിഞ്ഞാൽ 3D4 4s2 എന്നായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാം ഇവിടെ ഡി സബ്ഷനിൽ പാർഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുവാണെങ്കിൽ സ്മോൾ സ്റ്റേബിൾ, ദർഫോർ കോൺഫിഗറേഷൻ ഈസ് AR 3D5 4s1 ആയിട്ട് മാറും. 3D5 4s1 ആയിട്ട്. ദിസ് ഇസ് ഡ്യൂ ടു ദ പാർഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദി പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് അല്ലേ. അപ്പം നമ്മുടെ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ വരിക ആർഗൺ 3D5 4s1. ഓക്കെ, അവിടെ ജസ്റ്റ് കോപ്പറിനും ക്രോമിയത്തിനുമാണ് വ്യത്യാസമുള്ളത്. കോപ്പറിന്റെ കേസിലാണെങ്കിൽ ദ ഇലക്ട്രോണിക് ആറ്റോമിക് നമ്പർ ഇസ് 29, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3D9 4s2 ആണ് വരിക. ബട്ട് ആക്ച്വലി ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് AR 3D10 4s1 എന്നായിട്ട് മാറും അല്ലേ, ബിക്കോസ് ഓഫ് ദി സ്റ്റെബിലിറ്റി ഓഫ് ദി ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസ് അല്ലെ. ഇപ്പോൾ ക്രോമിയത്തിൻ്റെയും കേസിലും കോപ്പറിൻ്റെ കേസിലും ആ രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇനി നോക്കാം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഓപ്ഷൻ ഈസ് നോട്ട് എ റിലേറ്റഡ് ടു ദ ബോയ്സ് ലോ. ബോയ്സ് ലോ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഈസ് inversely proportional to the pressure. Its pressure ആണ് V. That is P into V is equal to a constant. ഇതാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് അല്ലേ. That is equal to P1 V1 is equal to P2 V2 is equal to P3 V3 etc. ഇതാണ് നമ്മുടെ ബോയ്സ് ലോ. ഇനി നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് P into V equal to Q a constant, P proportional to 1/V, V proportional to T. V proportional to T എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ചാൾസ് ലോ. ദാറ്റ് V proportional to 1/P. ദാറ്റ്സ് ബോയ്സ് ലോ അല്ലേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ബോയ്സ് ലോ? ബോയ്സ് ലോയോട് റിലേറ്റ് ചെയ്യാത്ത ഇവിടെ നമുക്ക് P into V is equal to Q is equal to a constant എന്ന് പറയുന്നതും ബോയ്സ് ലോ ആണ്. P proportional to 1 inversely proportional to 1/V എന്ന് പറയുന്നത് V proportional to 1/V എന്ന് പറയുന്നതും ബോയ്സ് ലോ ആണ്. ദെൻ V proportional to 1/P എന്ന് പറയുന്നതും എന്താണ്? ബോയ്സ് ലോ ആണ്. അപ്പോൾ V proportional to T എന്ന് പറയുന്നതാണ് ഇവിടെ ചാൾസ് ലോ ആണ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ല. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ചാൾസ് ലോ ആണ്. അപ്പോൾ ഇവിടെ ചാൾസ് ലോയുടെ ആൻസർ ആണ് V. ഇതാണ് ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ ഓഫ് എ ബോയ്സ് ലോ. ബോയ്സ് ലോ അല്ലാത്തത് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ബോയ്സ് ലോ അറിയാം. P1 V1 is equal to P2 V2, that's P proportional to 1/V, PV is equal to K a constant അല്ലേ. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ നോക്കാം. എ ബോഡി ഹാസ് എ വെയിറ്റ് ഓഫ് 240 ന്യൂട്ടൺ ഇൻ എയർ. എയറിൽ 240 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ട്. ഓൺ ഇമേഴ്സിംഗ് ഇൻ എ ഫ്ലൂയിഡ് ഇറ്റ് ഇസ് വെയിറ്റ് വാസ് ഫൗണ്ട് ടു ബി 190 ന്യൂട്ടൺ. ദെൻ ബോയിൻ ഫോഴ്സ് എന്താണ്? അപ്പോൾ ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു എന്താ പറയുക നമ്മുടെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഇതിൻ്റെ ഫോഴ്സിനെയാണ് നമ്മൾ ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബോയിൻ ഫോഴ്സ് കാണാൻ സിമ്പിളായിട്ട് എന്താ മതി? അതിൻ്റെ ആക്ച്വൽ വെയിറ്റും വെള്ളത്തിൽ അനുഭവപ്പെടുന്ന വെയിറ്റും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഹിയർ 240 ഡിവൈഡഡ് ബൈ 190. 240 divided by 190, that is equal to 50. അപ്പോൾ നമ്മൾ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ ആയിരിക്കും. 50 ന്യൂട്ടൺ ആണ് അവിടെ ഏർപ്പെടുന്ന ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഐ ബോൾ ഓഫ് എ പേഴ്സൺ ഈസ് സ്മോൾ ഇൻ സൈസ്. ദ പവർ ഓഫ് ദ ഐ ലെൻസ് ഈസ് നോർമൽ. ഹി ഈസ് ഹാവിംഗ് ദ പ്രോബ്ലം ഓഫ് ഹൈപ്പർമെട്രോപ്പിയ. അപ്പോൾ ഇത് ബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹൈപ്പർമെട്രോപ്പിയ എന്നുള്ള കണ്ടീഷനാണ്. സ്മോൾ പേഴ്സൺസ് ഐ സൈസ് എന്താ സ്മോൾ ആണ്. ദ പവർ ഓഫ് ദ ഐ ലെൻസ് ഈസ് നോർമൽ ആൻഡ് ഹി ഈസ് ഹാവിംഗ് ദ പ്രോബ്ലം ഓഫ് ഹൈപ്പർമെട്രോപ്പിയ. അപ്പം ഫാർ സൈറ്റഡ്നെസ് ഓൾസോ നോൺ ആസ് ലോങ് സൈറ്റഡ്നെസ്, ഹൈപ്പർമെട്രോപ്പിയ ആൻഡ് hyperemia is a condition of eye where the distance objects are seen clearly but near objects are blurred. ദൂരമുള്ളത് ക്ലിയർ ആയിട്ട് കഴിയും, അടുത്തുള്ളത് കാണാതിരിക്കുകയും ചെയ്യാം. ദിസ് ബ്ലർ ഈസ് ഡ്യൂ ടു ദ ഇൻകമിംഗ് ലൈറ്റ് ബീങ് ഫോക്കസ്ഡ് ബിഹൈൻഡ് ദ ഇൻസ്റ്റഡ് ഓൺ ദി റെറ്റിന. റെറ്റിനയ്ക്ക് പകരം ബാക്കിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഇൻസഫിഷ്യൻറ്റ് അക്കോമഡേഷൻ ഓഫ് ദ ലെൻസ്. ഓക്കെ, ദെൻ pH വാല്യൂ ഓഫ് സം സൊല്യൂഷൻസ് ആർ ഗിവൺ വിച്ച് ഈസ് എ സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. നമുക്കറിയാം pH മീറ്ററിൽ നോക്കുമ്പോൾ 1 to 7 ഉണ്ട്, 7 to 14 ഉണ്ട് അല്ലേ. അപ്പോൾ 1 to 7 എന്ന് പറയുന്നത് അസിഡിക് റേഞ്ച് ആണ് അല്ലേ. 1 to 7 ഇടയ്ക്ക്. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ pH ആണ്. 7 to 14 എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലൈൻ pH ആണ്.
അപ്പോൾ 7ൽ നിന്ന് 1ന്റെ അടുത്തേക്ക് പോകുന്ന ഒരു അസിഡിറ്റി കൂടും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും ആൽക്കലിനിറ്റി കൂടും അല്ലേ. അപ്പോൾ സ്ട്രോങ് ആസിഡിന്റെ പി എച്ച് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1. അടുത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആസിഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ പി എച്ച് സ്കെയിൽ ഇതാണ്. ഇപ്പോൾ സ്ട്രോങ് ആസിഡ്സ് 1, 0, 1, 2, 3 സ്ട്രോങ് ആസിഡ്സ് ആണ്. വീക്ക് ആസിഡ്സും 3, 4, 5, 6 വരെ. 7 ന്യൂട്രൽ ആണ്. 8, 9, 10 എന്ന് പറയുന്നത് വീക്ക് ബേസ് ആണ്. 10ൽ നിന്ന് മുകളിലേക്ക് 11, 12, 13, 14 എന്ന് പറയുന്നത് സ്ട്രോങ് ബേസ് ആണ്. ഓക്കെ, ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആൽക്കൈൻ. നമുക്കറിയാം CnH2n+2 എന്നുള്ള ഫോർമുലയിൽ വരുന്നത് ആൽക്കീൻ ആണ്. ആൻഡ് CnH2n എന്നുള്ള ഫോർമുലയിൽ വരുന്നത് ആൽക്കീൻ ആണ്. ആൻഡ് CnH2n-2 എന്നുള്ള ഫോർമുലയിൽ വരുന്നത് ആൽക്കൈൻ ആണ്. അപ്പോൾ ദിസ് ഈസ് ആൽക്കീൻ, ദിസ് ഈസ് ആൽക്കീൻ ആൻഡ് ദിസ് ഈസ് ആൽക്കൈൻ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം C2H6 CnH2n+2 എന്നുള്ള ഫോർമുല അല്ലേ. 2+2 ഇരട്ടി +2. ആൻഡ് C6H6 CnH2n എന്നുള്ള ഫോർമുല. ദിസ് ഇസ് ആൽക്കീൻ അല്ലേ. C4H6 4ന്റെ ഇരട്ടി എത്രയായിരുന്നു വരിക? ദാറ്റ്സ് 8 - 6 ആണ് വരുന്നത്. എന്ത് 8 - 2 ആണ് വരുന്നത് 6. അപ്പോൾ ഇത് CnH2n-2 എന്നുള്ള ഫോർമുലയിലാണ്. ദെൻ C2H4 എന്ന് പറഞ്ഞാൽ CnH2n എന്നുള്ള ഫോർമുലയിലാണ് വരുന്നത് അല്ലേ. അപ്പം ദിസ് വിൽ ബി ദ ആൻസർ. C4H6 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് C4H6. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഈ മോളിക്കുലർ ഫോർമുലയുടെ ഇക്വേഷൻസ് ആണ് ആൽക്കേൻ എന്ന് പറയുന്നത് CnH2n+2 ആൻഡ് ആൽക്കീൻ എന്ന് പറയുന്നത് CnH2n ആൻഡ് ആൽക്കൈൻ എന്ന് പറയുന്നത് CnH2n-2. ഈ ഒരു ഫോർമുലയാണ് നമുക്ക് ഓർമ്മയിൽ വരേണ്ടത്. ദിസ് വിൽ ബി ദ ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, നോക്കാം. ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ റിഗാർഡിംഗ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ്. പ്രഷർ എക്സേർട്ട് ലിക്വിഡിന്റെ മേലെ പ്രഷർ, ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് ആൻഡ് ഓൾ ഓഫ് ദീസ്. അപ്പോൾ നമുക്ക് ഒരു ലിക്വിഡിന്റെ മേലെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ ഫാക്ടേഴ്സിനും ഡിപ്പെൻഡ് ചെയ്യും. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. സോറി, ഇത് പാസ്കൽസ് ലോ ആണ്. പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പാസ്കൽസ് ലോ ആണ്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് പ്രഷർ എക്സേർട്ടഡ് ഓൺ എ ലിക്വിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ഒരു ലിക്വിഡിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ ഡയറക്ഷനിലും ഒരുപോലെ ഡിസൈഡ് ചെയ്യും. ദസ് ഇഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ സ്മോളർ പിസ്റ്റൺ, എ ഹയർ ഫോഴ്സ് ക്യാൻ ബി അറ്റൈൻഡ് ഓൺ ലാർജർ പിസ്റ്റൺ അല്ലേ. നമ്മൾ സ്മോളർ പിസ്റ്റൺ ഉപയോഗിക്കുന്ന സമയത്തേക്കാളും കൂടുതൽ പ്രഷർ ഇവിടെ ലാർജർ പിസ്റ്റൺ ഉപയോഗിക്കുമ്പോൾ എക്സേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ആൻഡ് സിൻസ് ദ പ്രഷർ ഈസ് ഈക്വലി അപ്ലൈഡ് ഇൻ ഓൺ ദ ലാർജ് ഏരിയ. This is Pascal's law. ഇനി നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ. A person walks in 50 meter on a level road with a load of mass 20 kilogram and on his head. If so, work done by the force on the load is. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പേഴ്സൺ ഉണ്ട്, അയാൾ വാക്ക് ചെയ്യുന്ന 50 മീറ്റർ ലെവലിൽ മുകളിലേക്ക് കൂടെ പോകുന്നത്. അയാളുടെ മാസ് എന്ന് പറയുന്നത് അയാളുടെ തലയിൽ 20 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു മാസുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വരിക. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് FS cos θ ആണ് വരിക. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് FS cos θ. ഇനി ഇവിടെ തീറ്റയുടെ വാല്യൂ ഇവിടെ നമ്മളൊരു ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും അയാൾ പോകുന്ന ഡയറക്ഷനും അയാളുടെ വെയിറ്റിന്റെ ഡയറക്ഷനും നമ്മൾ നോക്കുവാണെങ്കിൽ അയാൾ പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോസ് 90 ആണ് വരിക. തീറ്റ 90 ഡിഗ്രി ആണ് വരിക. അപ്പോൾ കോസ് 90 ഡിഗ്രി വരുന്ന സമയത്ത് കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് FS ഇൻറ്റു കോസ് 90 വരും. ദാറ്റ്സ് ഈക്വൽ ടു FS കോസ് 0 FS ഇൻറ്റു 0 ആണ്. അതായത് ഇവിടെ അനുഭവപ്പെടുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ ആ ഫോഴ്സ് വെയിറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ആ വർക്ക് ഡൺ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? വർക്ക് ഡൺ ഫോഴ്സ് ആ മാസിന്റെ വർക്ക് ഡൗൺ എന്തായാലും അവിടെ എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആംഗിൾ ആയതുകൊണ്ട് എന്ത് സംഭവിക്കുക? കോസ് 90 0 ആയിരിക്കും. അവിടെ വർക്ക് ഡൺ ഉണ്ടാവില്ല. അതായത് ആ ലോഡ് അവിടെ പ്രത്യേകിച്ച് ഒരു വർക്കും അയാളുടെ മേലെ ഇൻസേർട്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻ വർക്ക് ഡൺ വിൽ ബി 0. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ആൻസർ. ഇനി നോക്കാം അടുത്ത നോക്കാം. ഓക്കെ,
The temporary hardness of a water due to calcium carbonate can be removed by adding temporary hardness എന്ന് പറയാം. hardness of a water is due to the presence of magnesium and calcium sulfates and different സൾഫേറ്റുകളുടെ പ്രസൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ കാൽഷ്യം, ബൈ ആഡിങ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട്, നീറ്റു കക്ക അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ടാണ്. വെൻ വി ആഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇൻ ദ വാട്ടർ ഇറ്റ് കൺവേഴ്സ് ബൈകാർബണേറ്റ്സ് ആസ് കാർബണേറ്റ്. നമ്മുടെ ഹാർഡ് വാട്ടറിലുള്ള ബൈകാർബണേറ്റ്സ് എന്തായിട്ട് മാറ്റും? കാർബണേറ്റ്സ് ആയിട്ട് മാറും. ദസ് വി ക്യാൻ conclude that adding calcium hydroxide temporarily can be remove the temporary hardness of the water. അപ്പോൾ നമുക്ക് രണ്ട് തരം ഹാർഡ് വാട്ടർ ഉണ്ട്. ഒന്ന് ടെമ്പററി ഹാർഡ് ആയിട്ടുള്ള വാട്ടേഴ്സും ഒന്ന് പെർമനന്റ് ഹാർഡ് ആയിട്ടുള്ള വാട്ടർ. പെർമനന്റ് ഹാർഡ് ആയിട്ടുള്ള വാട്ടറിൽ മാഗ്നീഷ്യം ആൻഡ് കാൽഷ്യം സൾഫേറ്റ്സ് ആണ് ഉണ്ടാവുക. ഇനി ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടറിൽ ബൈകാർബണേറ്റ്സിന്റെ പ്രസൻസ് ഇല്ല. കാൽഷ്യം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, അങ്ങനെയുള്ള ബൈകാർബണേറ്റ്സിന് ഉണ്ടാവുക, മാഗ്നീഷ്യം ബൈകാർബണേറ്റ് എക്സെട്ര. അപ്പോൾ ഈ ബൈകാർബണേറ്റ്സിനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇടുന്ന സമയത്ത് നമുക്ക് അതിനെ കാർബണേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വി ക്യാൻ റിമൂവ് ദ ഹാർഡ്നെസ് ഓഫ് ദി വാട്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്സിലും കേട്ടറ്റ് കാറ്റഗറി 3 എക്സാമിൻ്റെ മാർച്ച് 2022 ക്വസ്റ്റ്യനിലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പാർട്ടിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.